ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ യേശുവിനെ ആരാധിക്കുവാൻ സന്തോഷത്തോടു കൂടി വചനം കേൾക്കുവാൻ വന്നിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കിങ്ഡം ട്രംപറ്റേഴ്സ് മിനിസ്ട്രി കുടുംബമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് സകല നാമത്തിനു മേലായ യേശുവിന്റെ നാമത്തെ നമുക്ക് ഉയർത്താം. വചനം പറയുന്നു, മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല യേശുവിന്റെ നാമമല്ലാതെ. ഐസായ 9 യേശുവിന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേര് വിളിക്കപ്പെടുമെന്ന് പറയുന്നു. അതെ, നമ്മുടെ യേശു ഇമ്മാനുവേലായി നമ്മുടെ മധ്യത്തിൽ വാഴുന്നതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. നമ്മുടെ രാജാതി രാജാവും കർത്താതി കർത്താവുമായ യേശുവിനെ നമുക്ക് പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ നമുക്ക് ആരാധിക്കാം. നമ്മുടെ സർവ്വ സൈന്യാധിപനും നമ്മുടെ രക്ഷകനുമായ യേശുവിനെ നമുക്ക് വന്ദനം ചെയ്യാം. ഫിലിപ്പിയരുടെ ലേഖനത്തിൽ വചനം പറയുന്നു, യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും. എല്ലാ നാവും യേശു ക്രിസ്തു മാത്രം കർത്താവ് എന്ന് ഏറ്റുപറയും. ഇന്ന് എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കർത്താവിനെ ആരാധിക്കാനായിട്ട് ഒരുക്കത്തോടെ ആയിരിക്കാം. Yahweh, you come, I'm
ജയോത്സവമായി നമ്മെ നടത്തിടും. എല്ലായിടത്തും തൻ സൗരഭ്യമായി നമ്മെ അയച്ചിടും. ക്രിസ്തേശുവിൽ ജയോത്സവമായി നമ്മെ നടത്തിടും. എന്ന് നടത്തും, ഇനി നടത്തും. സൗരഭ്യമായി നമ്മെ അയച്ചിടും. യേശു പുറമിടും വഴിയൊരുക്കിടും. താന്റെ വാതിലും താൻ തകർത്തിടും. യേശു പുറമിടും വഴിയൊരുക്കിടും. താന്റെ വാതിലും താൻ തകർത്തിടും. യേശു തുറന്നിടും വഴിയൊരുക്കിടും. താന്റെ വാതിലും താൻ തകർത്തിടും. സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയാം യേശു, സർവനാമത്തിനും സർവശക്തനായ യേശു, സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയാം യേശു, സർവനാമത്തിനും സർവശക്തനാകും യേശു. രാജാധിരാജനെ കർത്താവി അത്ഭുതമന്ത്രി യുദ്ധം അങ്ങേക്കുള്ളത്. അത്ഭുതമന്ത്രി യുദ്ധം അങ്ങേക്കുള്ളത്. വീരനം ദൈവമേ അത്ഭുതമന്ത്രി വൈരികളിൽ ആയുധം ജീവമായി അടിപ്പിളരാൻ വ്യാധികളിൽ വേരുകൾ ജീവമായി വഴികളിൽ ആയുധം പിടിച്ചു വാങ്ങി ആയുധം അടിപ്പിളരാൻ സൗഖ്യം വ്യാധികളിൽ വേരുകൾ നിർജീവമായി വിജയോത്സവം യേശു കർത്താവ് വിജയോത്സവം യേശു കർത്താവ് രക്ഷാനായകൻ സർവസൈന്യാധിപൻ യേശു. ആരാണ്? സർവ അധികാരിയാം ആരാണ്? സർവനാമത്തിനും ആരാണ്? സർവശക്തനായ സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയാം യേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. ക്രിസ്തേശുവിൽ ജയോത്സവമായി നമ്മെ നടത്തിടും. എല്ലായിടത്തും തൻ സൗരഭ്യമായി നമ്മെ അയച്ചിടും. ക്രിസ്തേശുവിൽ ജയോത്സവമായി നമ്മെ നടത്തിടും. വിശ്വാസത്തോടെ എല്ലായിടത്തും തൻ സൗരഭ്യം എല്ലായിടത്തും നമ്മെ അയച്ചും. യേശു തുറന്നിടും വഴിയൊരുക്കിടും. താന്റെ വാതിലും താൻ തകർത്തിടും. യേശു തുറന്നിടും വഴി തുറന്നാൽ ആർക്കും അടയ്ക്കുവാൻ സാധിക്കുന്നില്ല. താമ്രവാതിൽ തകർത്തിടും. യേശു തുറന്നിടും വഴി ഒരു വിശ്വാസത്തോടെ വാതിലും താൻ തകർത്തിടും. യേശു അധികാരി യേശു, സർവനാമത്തിനും മേലെ സർവശക്തൻ സർവസൈന്യാധിപൻ യേശു, സർവനാമം യേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. അതിശയനാമം യേശുനാമം അതിശയനാമം പാപപരിഹാരം പാതകളെ തേടി പാലിടത്തിൽ വന്ന നാമം. പാപപരിഹാരം
യേശുനാമം അത്ഭുതനാമം, ഇന്നും വിടുവിക്കുന്ന നാമം, ഇന്നും സൗഖ്യമാക്കുന്ന യേശുനാമം അതിശയനാമം, ഇന്നുമില്ലാത്തവൻ എന്നിൽ നിന്നും നീക്കാൻ എന്നിൽ കഴിഞ്ഞ നാമം. ഓ എന്നില്ലാത്തവൻ എന്നിൽ നിന്നും നീക്കാൻ എന്നിൽ കഴിഞ്ഞ നാമം. അങ്ങനെന്ന മേലെടുത്ത് അങ്ങനെന്ന മേലെടുത്ത് എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ ആ നാമം. അങ്ങനെന്ന മേലെടുത്ത് എന്നേക്കുമായി മായ്ച്ചു തന്ന മേലെടുത്ത് എന്നേക്കുമായി മായ്ച്ചു തന്ന യേശുനാമം അതിശയനാമം, ആശ്രയിക്കാൻ കഴിയുന്ന നാമം യേശുനാമം. ആ മാധവീയത്തേക്ക് ഓടി വന്നിരിക്കുന്നത് മോചനം കൊടുക്കും നാമം, ഭൂതബാധിതർക്കും ധനവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമം, കുരുടർക്കും മുടന്തർക്കും കുഷ്ഠരോഗികൾക്കും എല്ലാം വിടുതൽ നൽകും നാമം, കുരുടർക്കും മുടന്തർക്കും കുഷ്ഠരോഗികൾക്കും എല്ലാം വിടുതൽ നൽകും നാമം, കുരുടർക്കും മുടന്തർക്കും കുഷ്ഠരോഗികൾക്കും സകല രോഗങ്ങളെയും യേശു സൗഖ്യമാക്കുന്നു. യേശുനാമം അതിശയനാമം, യേശുനാമം അതിശയനാമം. Yes, worship him today. നീതിയോടെ രാജപാലകൻ ഭൂമിയിൽ വീരം വരുന്ന നാമം, നീതിയോടെ രാജപാലകൻ ഭൂമിയിൽ വീരം വരുന്ന നാടുവാഴികളും കണ്ട് ശുദ്ധരുമായി ദാവീദിൻ സിംഹാസനത്തിൽ വാഴും നാമം, നാടുവാഴികളും കണ്ട് ശുദ്ധരുമായി ദാവീദിൻ സിംഹാസനത്തിൽ വാഴും നാമം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലെ എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് കർത്താവിന്റെ വചനം നമുക്ക് തന്നിരിക്കുന്ന ആലോചനയ്ക്കായിട്ട് നമ്മൾക്ക് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16 മുതലുള്ള വേദഭാഗമാണ്. 16 മുതൽ അതിന്റെ 18 വരെയുള്ള വേദഭാഗം ഞാൻ തന്നെ ഇപ്പോൾ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16 മുതലുള്ള വേദഭാഗം വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കുക. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോവാതെ
നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിക്കുവാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാൻ അത്രേ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായകൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളത് ആകിയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് കൊണ്ട് തന്നെ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, John chapter 3 from the verse 16. 16 is writing this. For God so loved the world, God so loved the world that he gave his only begotten son, that whosoever believeth in him should not perish but have eternal life. Amen. തന്റെ ഏകജാതനായ പുത്രനിൽ, ഹല്ലേലൂയ, ഇവിടെ പറയുന്നു ഏകജാതനായവൻ. ഈ വചനം നമുക്ക് വ്യക്തമായിട്ട് എല്ലാവരുടെ ഹൃദയത്തിലുള്ള ഒരു വചനമാണ്. നമ്മൾ ഹോൾ ബൈബിളിൽ നോക്കിയാൽ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ദൈവത്തിന്റെ പിതാവാൻ ദൈവത്തിന്റെ ഹല്ലേലൂയ ഈ ലോകത്തിന് വേണ്ടി തന്റെ സ്നേഹത്തെ പ്രകടമാക്കുന്ന ഹല്ലേലൂയ ഓഥറൈസ് ചെയ്തിരിക്കുന്ന ഈ വചനം ഹല്ലേലൂയ ഇന്ന് സകല ക്രിസ്ത്യാനിയായിട്ട് ഈ ലോക മാനവരാശിക്കും അനുഗ്രഹമായി ഈ വചനത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കാരണം ഈ വചനം നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നു, തന്റെ ഏകജാതനായവനിൽ വിശ്വസിക്കുന്ന ഏവരും, ഹല്ലേലൂയ, തന്റെ ഏകജാതനായവൻ. ഇവിടെ വചനം പറയുന്നു മൊണോജീനിയസ് എന്നുള്ള ഒരു ഗ്രീക്ക് വേർഡ് ആണ് അവിടെ എടുത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. മൊണോജീനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സെയിം കൈൻഡ്, ഹല്ലേലൂയ, ദ വൺ കൈൻഡ്, ദ സെയിം, അതായത് പിതാവാൻ ദൈവത്തിന്റെ അതേ സ്വഭാവം. ആമേൻ. അതായത് ഈ ഭൂമിയിൽ നമുക്കറിയാം ആദമിനെ ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും, നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞെടുത്ത് ദൈവം ആദമിനെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ. ആദമിനെ സൃഷ്ടിച്ച് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവന്റെ ജീവനുള്ള ദേഹിയായി മാറി. ഹല്ലേലൂയ. മനുഷ്യൻ ഒന്ന് ആത്മാവാണ്, മനുഷ്യൻ ദേഹിയുണ്ട്, മനുഷ്യന് ശരീരമുണ്ട്. അപ്പോൾ ആത്മാവാകുന്ന മനുഷ്യന് ഒരു ദേഹിയുണ്ട്, അവന് ചിന്തിക്കുവാൻ, പ്രവർത്തിക്കുവാൻ, അവന് പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഈ ലോകത്തിൽ അവൻ ദൈവം കൊടുത്തിരിക്കുന്ന സകലതും അനുഭവിക്കാനുള്ള ഒരു ശരീരമുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചത്തിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഈ രണ്ട് തലങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന് ദേഹവും, രണ്ട് ദേഹിയും. ഹല്ലേലൂയ. ഇന്ന് ദേഹിയിൽ ജീവൻ വന്നതുകൊണ്ടാണ് നാം ഇന്ന് ചലനത്തോടുകൂടെ ഈ ഭൂമിയിൽ നടക്കുന്നത്. എന്നാൽ മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിന്റെ സ്വരൂപം, നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ദൈവം ആത്മാവാകുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ യഥാർത്ഥ രൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യൻ എന്തായിരുന്നു? മനുഷ്യനും ആത്മാവായിരുന്നു. ആ മനുഷ്യന്റെ ആത്മാവിനെയാണ് ദൈവം ഒരു ശരീരം ഉണ്ടാക്കിയിട്ട് ആ ശരീരത്തിലേക്ക് ആക്കി മാറ്റി ദൈവത്തിന്റെ ശ്വാസം അവനിൽ ഊതി അവന് ജീവനുള്ള ദേഹിയായി മാറി. അവന് ചിന്തിക്കാൻ കഴിവ് കൊടുത്തു, പ്രവർത്തിക്കാൻ കഴിവ് കൊടുത്തു, അവന് സകലതും മനസ്സിലാക്കാൻ ദൈവത്തിന്റെ ആലോചന, അതായത് ഈ സ്പിരിറ്റിലുള്ളത് മുഴുവൻ അറിയുവാനായിട്ട് ദൈവം മനുഷ്യനെ ഈ ദേഹിയിലൂടെയാണ് മനുഷ്യന് ഹല്ലേലൂയ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ദേഹിയാണ് ചിന്തിച്ച് ദേഹത്തെ കൊണ്ട് മനുഷ്യൻ അതുപോലെ തന്നെ ഉപയോഗത്തിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ആ ജീവനുള്ള ദേഹി ദൈവം മനുഷ്യന് കൊടുത്തു. എങ്കിൽ നമ്മളുടെ ഏദൻ തോട്ടത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ പാപം ചെയ്ത് ദൈവം തന്ന അല്ലെങ്കിൽ ആ വൃക്ഷത്തിന്റെ ഫലം കഴിക്കരുത് എന്ന് പറഞ്ഞെങ്കിൽ ആ വൃക്ഷത്തിന്റെ ഫലം കഴിച്ച് അനുസരണക്കേട് കാണിച്ചതോടുകൂടെ അവൻ എന്തായി മാറി? അവൻ പാപമുള്ള ഒരു ശരീരത്തിന്റെ ഉടമയായി മാറി. അവന്റെ ആ യഥാർത്ഥ ആത്മാവ് ദൈവവുമായിട്ടുള്ള ആ ഫാക്കൾട്ടി, ദൈവവുമായിട്ടുള്ള ആലോചനകള് തിരിച്ചറിയുന്നതിന് തടസ്സം വന്നിട്ട് അവൻ സ്വന്തം ആലോചനയിൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം കഴിച്ചതോടുകൂടെ അവൻ സ്വയം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും നന്മകളെ തിരിച്ചറിയുകയും തിന്മകളെ അവൻ ദ്വേഷിക്കുകയും ചെയ്യേണ്ടതായിട്ട് വന്നു. പക്ഷെ തിന്മയുടെ അപാരത മൂലം അവൻ ജീവൻ നഷ്ടപ്പെട്ടതുകൊണ്ട്, അതായത് ദൈവവുമായിട്ടുള്ള ഫാക്കൽറ്റി നഷ്ടപ്പെട്ടതുകൊണ്ട് അവൻ തിന്മയാണ് അധികം തിരഞ്ഞെടുക്കുന്നത്. പല നന്മകളും അവന് തിന്മയായിട്ടും തിന്മകൾ നന്മയായിട്ടും അവന് തുടങ്ങി. അങ്ങനെ മനുഷ്യൻ മരണത്തിലേക്ക് ചെല്ലുമെന്ന് ദൈവം പറഞ്ഞെങ്കിൽ മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ട് എന്നേക്കുമായിട്ടൊരു മരണം അവന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ കാരണമായി മാറി. എന്നാൽ പിതാവാൻ ദൈവം അതിനൊരു പരിഹാരം കണ്ടു. ആ പരിഹാരമാണ് താൻ തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങി വരിക. അതാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. താൻ തന്നെ ജഡശരീരമെടുത്ത്
മോണോജീനായിട്ട് തന്റെ തന്നെ കൈൻഡോടുകൂടെ തന്റെ സ്വഭാവത്തിൽ തന്റെ ചിന്തകൾ തന്റെ ആലോചനകൾ തന്റെ പ്രവർത്തന മണ്ഡലം താൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. തന്റെ പുത്രൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ആ പുത്രൻ വരുമ്പോൾ ഹല്ലേലൂയ, അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചത് കൊണ്ട് തന്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയിട്ട്? തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോവാതെ. അതാണ് ഹല്ലേലൂയ. ഫോർ ദ റീസൺ ഓഫ് ഹല്ലേലൂയ, ആ നശിച്ചു പോകാതെ. ഫോർ ഗോഡ് സോ ലവ് ദ വേൾഡ് that he gave his only begotten son. The words നിങ്ങൾ ശ്രദ്ധിക്കണമേ. only begotten son, ഏകജാതനായവൻ ഒരുവൻ മാത്രം. only begotten son, only monogeneous son. Hallelujah. That whosoever believeth him shall not perish. അതായത് മനുഷ്യൻ നശിച്ചു പോവാതെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഈ വചനത്തെ ക്രോഡീകരിക്കാം. പാപത്തിൽ പെട്ടുപോയ മനുഷ്യൻ പാപത്തിൽ നിന്ന് പുറത്തു വരുവാൻ തന്റെ പുത്രനിൽ വിശ്വസിക്കുന്നവൻ അവന് നിത്യജീവൻ നൽകുവാൻ പിതാവ് തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ഹല്ലേലൂയ. പാപത്തിൽ നിന്നുള്ള വിടുതലിന് വേണ്ടിയിട്ട് പിതാവാൻ ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ഹല്ലേലൂയ. ഈ വചനം എല്ലാവർക്കും, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായിട്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യനും ഈ വചനം ആഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്, മനുഷ്യൻ അറിയാം. എങ്കിൽ ഇവിടെ ഇതിന്റെ ആഴത്തിലേക്ക് പോകാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഈ 3-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ യേശു എന്താ ചെയ്യുന്നത്? ഹല്ലേലൂയ. നിക്കോദിമോസ് എന്ന് പറയുന്ന ഒരു പരീശൻ കർത്താവിന്റെ അടുക്കിലേക്ക് വരുവാൻ കാരണമായി മാറി. അതായത് അവൻ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. 2-ാമത്തെ വചനം, 3-ാം അധ്യായം 2-ാമത്തെ വചനത്തിൽ, അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന് അവനോട് റബ്ബി. നമുക്കറിയാം രാത്രിയിൽ വരാനുള്ള കാര്യം, കാരണം അദ്ദേഹം ഒരു പ്രമാണിയാണ്. അദ്ദേഹം എന്താ പറയാ, ഒരു പൗരനായിരിക്കെ തന്നെ അവന് പ്രമാണിയാണ്, പരീശനാണ്. അതായത് ന്യായപ്രമാണത്തിൽ വിശ്വസിച്ചുകൊണ്ട്, യഹോവയായ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ദൈവത്തിന്റെ കൽപ്പനകളെ, 10 കൽപ്പനകളും ഉപകൽപ്പനകളായ കൽപ്പനകളെ വിശ്വസിച്ചുകൊണ്ട് അത് പാലിക്കുന്ന വ്യക്തിയായതുകൊണ്ട് മറ്റൊരു ഉപദേശം സ്വീകരിക്കാൻ ഒരാളുടെ അടുത്ത് ചെല്ലുവാൻ പകൽ സമയം അദ്ദേഹത്തിന് ഇഷ്ടമില്ലാതെ വന്നതുകൊണ്ടാണ്. അത് മാത്രമല്ല, യഹൂദന്മാരുടെ ജഡ്ജ് കൂടെയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തി രാത്രി കാലങ്ങളിൽ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, റബ്ബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ ഉപദേശം വ്യക്തമായിട്ട് ഹല്ലേലൂയ ഇവനിലൂടെ, കർത്താവായ യേശുവിലൂടെ വന്നിരിക്കുന്നു എന്ന് നിക്കോദിമോസിന് വെളിപ്പെട്ടു. അതുകൊണ്ടാണ് ഈ നിക്കോദിമോസ്, നമുക്കറിയാം 2-ാം അധ്യായത്തിൽ കർത്താവ് ചെയ്ത അത്ഭുതങ്ങള്, അടയാളങ്ങള്, കനാവിലെ കല്യാണത്തിൽ കർത്താവ് വീഞ്ഞ് ഉണ്ടാക്കി ആ വെള്ളത്തെയാണ്, അവിടെ ഒരു വലിയ കെമിക്കൽ ട്രാൻസ്ഫോർമേഷൻ നടന്നു. ഇതൊരു സൃഷ്ടി കർത്താവിന് മാത്രമേ ഇത് സാധിക്കത്തുള്ളൂ എന്ന് അറിഞ്ഞതുകൊണ്ടാണ് നിക്കോദിമോസ് യേശുവിനെ തന്നെ ഒരു ഉപദേഷ്ടാവായി, അല്ലെങ്കിൽ നിക്കോദിമോസ് പറയുകയാണ്, ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന അടയാളങ്ങളെ, ഹല്ലേലൂയ, ഒരടയാളങ്ങൾ മാത്രമല്ല പല അടയാളങ്ങളും നിക്കോദിമോസ് യേശുവിലൂടെ കണ്ട്. ആമേൻ. അങ്ങനെ ആ കൺഫർമേഷനിലാണ് യേശുവിന്റെ അടുക്കൽ വരുന്നത്. പക്ഷെങ്കിൽ യേശു അവിടെ ഒരു ഉപദേശം കൊടുക്കുകയല്ല. ഹല്ലേലൂയ. യേശു അവിടെ ഒരു ഹല്ലേലൂയ ഒരു എന്താ പറയാ, ഒരു രൂപാന്തരത്തിന് വഴിയൊരുക്കുക ചെയ്യുന്നത്. അല്ലെങ്കിൽ നിക്കോദിമോസെ, നീ ഒരു ഉപദേഷ്ടാവായതുകൊണ്ട് നിനക്ക് കുറച്ച് ഉപദേശം കൂടെ ഞാൻ തരാമെന്ന് യേശു പറയുന്നില്ല. യേശു ഇവിടെ ഒരു രൂപാന്തരത്തിന് വേണ്ടി വഴി തുറക്കാണ്. നിക്കോദിമോസിനോട് പറഞ്ഞു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നീ വെള്ളത്താൽ ഹല്ലേലൂയ നീ വീണ്ടും ജനിക്കണം. നിക്കോദിമോസിന് വെളിപ്പെടുന്നില്ല, നീ വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കപ്പെടണം. ഹല്ലേലൂയ. നമുക്കറിയാം പലപ്പോഴും ഇവിടെ ഒരു കോൺട്രാഡിക്ടറി, ഒരു എന്താ പറയാ, ഒരു പലപ്പോഴും ക്രിസ്ത്യാനികളെ തന്നെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു ചിന്താകുലം ഇവിടെ വരുന്നുണ്ട്. അതായത് ഒരു ഡോക്ട്രിനൽ ഹല്ലേലൂയ ഒരു സ്റ്റഡി ഇവിടെ വരുന്നുണ്ട്. കാരണം ഈ സ്നാനത്തെ കുറിച്ച്. പക്ഷെങ്കിൽ ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം, വിശ്വാസത്താലാണ് സകലതും നാം പ്രാപിക്കുന്നത്. വിശ്വാസമാണ് എന്താ പറയുക, ഒരു ക്രിസ്ത്യാനിയായ ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ ഒരു പ്രമാണം നമ്മൾ ചെയ്യുമ്പോൾ, ദൈവത്തിന്റെ ഒരു കൽപ്പന ചെയ്യുമ്പോൾ, അത് വിശ്വാസത്താൽ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ അതിന് പ്രാവർത്തികമായിട്ടുള്ളൂ. അതുകൊണ്ട് സ്നാനം എന്ന് പറയുന്നത് നമ്മൾ ഒരു വ്യക്തി വിശ്വസിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അവിശ്വാസത്താൽ നടക്കുന്ന ഒരു കാര്യം, അവിശ്വാസത്താൽ ചെയ്യുന്നതിനൊന്നും നമ്മുടെ മേൽ ഒരു പ്രവർത്തനവും ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തു പറയുന്നു, വിശ്വാസത്താൽ മാത്രമാണ് സ്നാനം ചെയ്യേണ്ടത്. വിശ്വസിച്ചുകൊണ്ട് വേണം സ്നാനം ചെയ്യാൻ. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് സ്നാനം ചെയ്യുന്ന വ്യക്തിയുടെ മേലാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നത്. ആമേൻ.
ആമേൻ. യേശു കർത്താവ് തന്നെ മത്തായി സുവിശേഷം 3-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ അവന് സ്നാനപ്പെടാൻ വരുമ്പോഴത്തേന് ഹല്ലേലൂയ, എന്റെ യേശുവിന്റെ സ്നാനപ്പെട്ട് കയറി വരുമ്പോൾ പിതാവിന്റെ കൽപ്പന അവിടെ അനുസരിച്ചു എന്നുള്ളൊരു തെളിവാണ്. പിതാവ് സ്വർഗം തുറന്ന് അവിടെ സംസാരിക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ കർത്താവ് യേശുവിന്റെ മേൽ യോർദാനിൽ നിന്ന് കയറി വരുമ്പോൾ അവിടെ വരികയും പരിശുദ്ധാത്മാവ് വന്നപ്പോൾ പിതാവിന്റെ സംസാരം യോഹന്നാൻ ഉൾപ്പെടെ അനേകർ അവിടെ കേൾക്കുവാൻ ഇടയായി. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാന് പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ യേശു പ്രിയപുത്രനാണെന്ന് ലോകത്തിന്റെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പോൾ ഒരു വ്യക്തി വെള്ളത്തിൽ സ്നാനമേൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ വരുന്നത് ഹല്ലേലൂയ ആ വ്യക്തി ഉൾപ്പെടെ. അപ്പൊ അതുകൊണ്ട് തന്നെ നാം ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എപ്പോൾ യേശുവിനെ മനസ്സിലാക്കുന്നു അപ്പോഴാണ് സ്നാനം യഥാർത്ഥത്തിൽ അത് പ്രാവർത്തികമാകുന്നത്. കാരണം നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് വരുമ്പോൾ നാം വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുമ്പോൾ രക്ഷിക്കപ്പെടുമെന്ന് എന്റെ കർത്താവിന്റെ അരുളപ്പാട് മത്തായി മർക്കോസ് സുവിശേഷം അതിന്റെ 16-ാം അധ്യായത്തിൽ പറയുന്നു. അപ്പോൾ ഇവിടെ ഈ ഉപദേശം ഹല്ലേലൂയ നിക്കോദിമോസ് കേട്ടിട്ട്, നിക്കോദിമോസിന് അപ്പോഴും മനസ്സിലാകുന്നില്ല. അപ്പോൾ യേശു എടുത്ത് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നീ പഴയ നിയമത്തിൽ, നീ യഹൂദന്മാരുടെ ന്യായപ്രമാണത്തിൽ നീ ഉപദേഷ്ടാവായിരുന്നിട്ട് നിനക്കിത് മനസ്സിലാകുന്നില്ലേ? എന്തുകൊണ്ട് അങ്ങനെ ചോദിക്കാനുള്ള കാര്യം, ന്യായപ്രമാണത്തിൽ പല മേഖലകളിലും നമുക്കറിയാം. ഡ്യൂട്ടോണമി അവസാനം 30-ാമത്തെ അധ്യായം, അല്ലെങ്കിൽ എസെക്കിയേലിന്റെ പ്രവചനം, യെരമ്യാവിന്റെ പ്രവചനത്തിൽ പലയിടത്തും ഹല്ലേലൂയ വീണ്ടും ജനനത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ ന്യായപ്രമാണത്തെ ഉപദേശിക്കുന്നവനായ നിക്കോദിമോസെ, നീ ഉപദേഷ്ടാവായിരുന്നിട്ടും നിനക്ക് എന്തുകൊണ്ടാണ് ഇത് മനസ്സിലാകാത്തത് എന്ന് കർത്താവ് എടുത്ത് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് കർത്താവ് പറയുന്നു, ആ കാറ്റ് എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു, ഹല്ലേലൂയ, അറിയാത്തതുപോലെ തന്നെയാണ് ആത്മാവ് എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞില്ല. ഇതിന്റെ അകത്തൊരു വെളിപ്പാടുണ്ട്. അതായത് കാറ്റ് വരുമ്പോൾ അടിക്കുന്ന കാറ്റിലൂടെ ഏത് വസ്തുവിനെയാണോ അത് കാറ്റടിക്കുന്നത് ആ വസ്തുവിനെ ചലിപ്പിക്കുവാൻ ഈ കാറ്റിന് കഴിവുണ്ട്. ഒരു കരിയിലയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പേപ്പർ ആണെങ്കിൽ, ശക്തിയേറിയ കാറ്റാണെങ്കിൽ ഈ കോൺക്രീറ്റ് ഉൾപ്പെടെ ചലിപ്പിക്കുവാൻ അതിന് കാറ്റിന് കഴിവുണ്ട്. പക്ഷെ കാണാത്ത കാറ്റിന് പ്രപഞ്ചത്തിലുള്ള സകലതിനെയും ചലിപ്പിക്കുവാൻ കഴിവുണ്ടെങ്കിൽ കാണാത്ത ആത്മാവ് വരുമ്പോൾ ഹല്ലേലൂയ, കാണാത്ത ആത്മാവിന് നമ്മുടെ നമ്മുടെ ദേഹത്തെയും അതിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവഹിതപ്രകാരം ചലിപ്പിക്കുവാൻ കഴിവുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? ഒരു വ്യക്തി സ്നാനപ്പെട്ട് കയറി വരുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളത്തിൽ ആത്മാവ് വരുമ്പോൾ സംഭവിക്കുന്നത്, യേശു പറഞ്ഞു, കാറ്റ് ചലിപ്പിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ഈ ആത്മാവും അതുപോലെ ഈ ഒരു മനുഷ്യന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ആത്മാവ് വ്യക്തിയെ ദൈവഹിതപ്രകാരം ചലിപ്പിക്കപ്പെടുന്നു. ആമേൻ. അതുകൊണ്ടാണ് ആത്മീയ അഭിഷേകം പ്രാപിക്കണമെന്നുള്ളതിന്റെ അത്യന്താപേക്ഷിതം. യേശു ഇവിടെ പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോവാതെ നിത്യജീവൻ, ഞാൻ എടുത്തു പറയുന്നു, നിത്യജീവൻ, എറ്റേണൽ ലൈഫ്. അപ്പോൾ ഒരു വ്യക്തി യേശുവെ എന്റെ അകത്തേക്ക് വരണമേ, ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ കൊണ്ട് ഏറ്റു പറയുകയും ചെയ്യുന്ന നിമിഷം തന്നെ കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് വെള്ളത്താലുള്ള ആ സ്നാനം, ഞാൻ അഭിഷേകം പ്രാപിച്ച് ഞാൻ കയറി വരുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് വി ഓൾസോ ബിഗോട്ടൻസ്, നമ്മളും ഏകജാതനായവനിൽ നമ്മളും ഹല്ലേലൂയ വീണ്ടും ജനിക്കപ്പെടുക. ഹല്ലേലൂയ. നമ്മള് പാപത്തിൽ ജനിച്ച നമ്മള്, ആദ്യത്തെ ആദമിൽ ജനിച്ച നമ്മള്, ആദ്യത്തെ ആദമിന്റെ ഹല്ലേലൂയ തലമുറയായിട്ട് പാപം നമ്മളിൽ വസിച്ചുകൊണ്ട് നാം ഭൂമിയിൽ ജനിക്കപ്പെട്ടെങ്കിൽ ഇത് രണ്ടാമത്തെ ആദമിലൂടെ, ആ ബിഗോട്ടൻനെസ്സിലൂടെ നമ്മൾ വീണ്ടും ജനിക്കപ്പെടുക. ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഇത് വലിയൊരു റെവലേഷൻ ആണ്. ഒരു വ്യക്തി ഈ ഭൂമിയിൽ ജനിച്ചു, അമ്മയുടെ ഉദരത്തിലൂടെ ജനിച്ച് ഈ ഭൂമിയിലേക്ക് ജന്മമെടുത്ത ആ വ്യക്തിയുടെ ഉള്ളത്തിൽ പാപത്തിൽ ഹല്ലേലൂയ അത് DNA-യിൽ തന്നെ പാപം ഇൻബിൽട്ട് ആയിട്ടാണ് വ്യക്തി ഈ ഭൂമിയിലേക്ക് ജനിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഒരു വ്യക്തി പല നല്ല പ്രവൃത്തി ചെയ്യും. അതുകൊണ്ട് മറ്റു മതങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവർ സൽപ്രവൃത്തികൾ അനേകം ചെയ്യുന്ന വ്യക്തികളാണ്. സൽപ്രവൃത്തികൾ ക്രിസ്ത്യാനിറ്റിയിൽ പോലും സൽപ്രവൃത്തികൾ അനേകം ചെയ്യുന്ന വ്യക്തികളുണ്ട്. പക്ഷെ സൽപ്രവൃത്തിക്ക് ഒരു വ്യക്തിയെ ദൈവത്തിന്റെ അടുക്കലേക്ക് അടുപ്പിക്കാൻ പറ്റത്തില്ല. കാരണം അവന്റെ ചിന്താഗതിയും അവന്റെ പ്രവർത്തനവും അവന്റെ സംസാരവും ഒറ്റ അലൈൻമെന്റിൽ പോയെങ്കിൽ മാത്രമേ ആ വ്യക്തി ദൈവവുമായിട്ട് അടുക്കപ്പെടുന്നുള്ളൂ. അതിനർത്ഥം അവന്റെ ആത്മാവ് വീണ്ടും ജനനം പ്രാപിക്കണം. ഹല്ലേലൂയ.
അപ്പോൾ ആത്മാവ് വീണ്ടും ജനനം പ്രാപിക്കാതെ നമ്മുടെ സൽപ്രവൃത്തി അല്ലെങ്കിൽ ഈ ഭൂമിയിൽ മറ്റു മനുഷ്യർക്ക് പ്രയോജനം ഉണ്ടാകുന്നതല്ലാതെ ദൈവസന്നിധിയിലേക്ക്, ദൈവത്തിന്റെ ആലോചനയിലേക്കോ, ദൈവത്തിന്റെ സംസാരം കേൾക്കുവാനായിട്ടോ, ദൈവത്തിന്റെ വചനം ഗ്രഹിക്കപ്പെടുവാനായിട്ടോ നമ്മെ കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെടാത്ത വ്യക്തിയും സ്നാനപ്പെടാത്ത വ്യക്തിയും ക്രിസ്ത്യാനിറ്റിയിൽ ഉള്ളതുപോലെ തന്നെ മറ്റു മതങ്ങളിലുള്ളവർക്കും ദൈവിക വെളിപ്പാടുകൾ മനസ്സിലാകാത്തത്. അല്ലെങ്കിൽ അവർ നന്മ തിന്മകളെയാണ് നോക്കുന്നത്, അവർ ശാസ്ത്രത്തെ നോക്കുന്നു. അത് ഈ ശാസ്ത്രം ദൈവത്തിൽ നിന്ന് വന്നതാണ്. ശാസ്ത്രം വെളിപ്പെടണമെങ്കിൽ പോലും അനേക സയന്റിസ്റ്റുകൾ അവര് ആത്മാവുള്ളവരായിരുന്നു. അവര് ദൈവത്തിൽ വീണ്ടും ജനനം പ്രാപിച്ച വ്യക്തികളായിരുന്നു. നമ്മൾ ഐൻസ്റ്റീനെ നോക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മള് ആൽഫ എഡിസനെ നോക്കുമ്പോഴോ അവരെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ട വ്യക്തികളാകുന്നു. പക്ഷെ ലോകത്തിന് അത് മറഞ്ഞിരിക്കുന്നു, ലോകക്കാർക്ക് അത് മറഞ്ഞിരിക്കുക. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം അത് ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്, ഇരുമാത്തലയുള്ള ഏത് വാളിനെക്കാട്ടിലും സന്ധി മജ്ജകളെ മുറിച്ചിറങ്ങുന്ന വചനം എന്ന് എഴുതാൻ കാര്യം. അപ്പോൾ ഒരു വ്യക്തി യേശുവെ ആത്മാവ് ജീവൻ വ്യാപരിക്കുമ്പോൾ, അതുകൊണ്ട് സൽസ്വഭാവമല്ല ഒരു വ്യക്തി യേശുവിന്റെ അടുക്കലേക്ക് വരുമ്പോൾ അവന് സൽസ്വഭാവത്തിൽ നിന്ന് അപ്പുറമായിട്ട് യേശു തന്റെ ആത്മാവിനെയാണ് ആ വ്യക്തിക്ക് ദാനം ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആത്മാവിനെ യേശു ദാനം ചെയ്യുന്നത്? ആത്മാവിനെ ദാനം ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ സ്വർഗീയ പിതാവിന്റെ, സർവശക്തനായ ദൈവത്തിന്റെ, ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ഏക ദൈവത്തിന്റെ, ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ. സകല മതങ്ങൾക്കും ഒരു ദൈവമേ ഉള്ളൂ. പക്ഷെ അവർക്ക് ആർക്കും ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുവാൻ അവരെ പ്രവൃത്തിയിൽ ആശ്രയിക്കുമ്പോൾ ആ പ്രവൃത്തി അവരെ കൊണ്ട് എത്തിക്കുന്നില്ല. കാരണം ദൈവത്തിന്റെ ആലോചനകൾ കേൾക്കുകയും അതിനനുസരിച്ച് ദൈവവുമായിട്ടുള്ള ഒരു ഫാക്കൽറ്റി, ഒരു പുത്രൻ പിതാവുമായിട്ടുള്ള ഒരു ബന്ധം പോലെ തന്നെയാണ് ഒരു ദൈവപുത്രൻ ആ ഏദൻ തോട്ടത്തിൽ പാപത്തിൽ നിന്ന് വീണുപോയ മനുഷ്യൻ വീണ്ടും യഥാർത്ഥത്തിൽ ആ ത്രിയേക ദൈവം, ട്രൈയൂണിയൻ ഗോഡ്, പിതൃപുത്ര പരിശുദ്ധാത്മാവിലേക്ക് അവൻ വീണ്ടും അടുക്കണമെങ്കിൽ അവന്റെ ആത്മാവ് വീണ്ടും ജനനം പ്രാപിച്ചേ പറ്റത്തുള്ളൂ. പലപ്പോഴും അനേകം മതക്കാരും മതങ്ങളും, ഞങ്ങള് ഇസ്ലാം മതത്തിലായിരുന്നു, അവിടെ പ്രമാണങ്ങളുണ്ട്, ഹിന്ദു മതമുണ്ട്, പാഴ്സി മതമുണ്ട്, ജൈൻ മതമുണ്ട്, ബുദ്ധമതമുണ്ട്, അങ്ങനെ അനേക മതങ്ങളുണ്ട്. ഇവരെല്ലാം സൽപ്രവൃത്തികളാണ് ചെയ്യുന്നത്. അവര് ചാരിറ്റി ചെയ്യുന്നു, മറ്റുള്ളവർക്ക് കൊടുക്കുന്നു, അവർ പലർക്കും പല കാര്യങ്ങളും ചെയ്യുന്നു, ആഹാരം കൊടുക്കുന്നു, വസ്ത്രങ്ങൾ കൊടുക്കുന്നു, പാർപ്പിടങ്ങൾ കൊടുക്കുന്നു, സകലതും കൊടുക്കുന്നു. അവർ ദൈവമെന്ന് അറിയാതെ തന്നെ ഈ പ്രപഞ്ചത്തിലുള്ള സകലത്തിന്റെ മുമ്പിൽ വർഷിപ്പ് ചെയ്യുന്നു. പക്ഷെ ഈ പ്രവർത്തനമൊന്നും അവരുടെ ഉള്ളത്തിൽ, അവരുടെ ചിന്തകളില് ദൈവം വസിക്കുവാൻ കാരണമാകുന്നില്ല. കാരണം അവർ സത്യദൈവത്തെ അവർക്ക് വെളിപ്പെടുന്നില്ല. സത്യദൈവത്തെ വെളിപ്പെടുമ്പോൾ അവര് എന്താ സംഭവിക്കുന്ന? സത്യദൈവത്തെ വെളിപ്പെടുമ്പോഴത്തേന് അവരുടെ ഉള്ളത്തിൽ ദൈവത്തിന്റെ ചിന്ത പോലെ തന്നെ ചിന്ത വരും. അങ്ങനെ ചിന്ത വരുമ്പോൾ അവർക്ക് മറ്റുള്ളവരോട് ദേഷ്യപ്പെടാൻ പറ്റത്തില്ല, കൈപ്പെടുക്കാൻ പറ്റത്തില്ല, വിദ്വേഷം എടുക്കാൻ പറ്റത്തില്ല, അസൂയ എടുക്കാൻ പറ്റത്തില്ല, ഉപദ്രവിക്കാൻ പറ്റത്തില്ല, ആക്രമിക്കാൻ പറ്റത്തില്ല, ദ്വേഷിക്കാൻ പറ്റത്തില്ല. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്ത കൊണ്ടും അവർക്ക് ദൈവത്തെ പോലെ മുമ്പോട്ട് പോയേ പറ്റത്തുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് തന്റെ ഏകജാതനായ പുത്രനിൽ ആരെങ്കിലും വിശ്വസിക്കുക. അപ്പോൾ പാപത്തിൽ നിന്ന് പുറത്തു വരണമെന്ന് ഏതേലും ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ യേശു ക്രിസ്തുവിലൂടെ അതിനുള്ള അവസരം ദൈവം കൊടുക്കുന്നു. അതിനു മുമ്പ് വന്ന പ്രവാചകന്മാരുണ്ട്, അതിനു പിമ്പ് വന്ന പല മഹാന്മാരുമുണ്ട്. പക്ഷെ അവരിലൂടെ ഒന്നും സാധിക്കാത്തത് ക്രിസ്തുവിലൂടെ സാധിച്ചു എന്നുള്ള വെളിപ്പെടുത്തൽ എന്താണ് പ്രൂഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ മരണത്തെ ജയിച്ചു. എന്തുകൊണ്ടാണ് മരണത്തെ ജയിച്ചത്? അവനിൽ പാപമില്ലാത്തത് കൊണ്ട്. അവൻ പാപത്തിന് മുകളിലായ ഒരു വ്യക്തി ജീവിച്ചത് കൊണ്ടാണ് അവൻ മരണത്തെ ജയിച്ചത്. അതുകൊണ്ടാണ് എബ്രായർക്കെഴുതിയ ലേഖനം 2:14 ഇവണ്ണമാണ് പറയുന്നത്: മക്കള് ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവരായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കിയിട്ട് മരണഭീതിയിലായിരുന്നവരൊക്കെയും അവൻ വിടുവിച്ചു. അപ്പോൾ യേശുവിന്റെ പർപ്പസ് എന്തായിരുന്നു? രണ്ടാം ആദമായ തന്നിലൂടെ ഒരു വീണ്ടും ജനനം വരണം, വീണ്ടും ഒരു ജനറേഷൻ ഉണ്ടാകണം. ആ ജനറേഷൻ ബയോളജിക്കൽ അല്ല, ഇറ്റ്സ് എ സ്പിരിച്വൽ ജനറേഷൻ. അനേക ഹിന്ദു മതത്തിലാകട്ടെ ഇസ്ലാം മതത്തിലാകട്ടെ അനേകര് ആ ഒരു ദൈവവുമായിട്ട് അടുക്കാൻ വേണ്ടി അവർ തങ്ങളുടെ ജീവിതം മുഴുവൻ
ഹോമിച്ച് അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്ത്, പക്ഷെങ്കിൽ എത്ര മെഡിറ്റേഷൻ ചെയ്താലും ആ സ്പിരിറ്റ് വീണ്ടും അതുകൊണ്ടാണ് നിക്കോദിമോസിനോട് പറഞ്ഞത്, ഞാൻ വരാതെ നിനക്ക് വീണ്ടും സ്പിരിറ്റ് ജനനം പ്രാപിക്കത്തില്ല. കാരണം ഞാൻ ഉയരത്തിൽ നിന്ന് വന്നതുകൊണ്ട്, എന്റെ ജനനം ഉയരത്തിൽ നിന്ന് ആയതുകൊണ്ട്, ഉയരത്തിലുള്ളതിനെ നിങ്ങളുടെ ഉള്ളിലേക്ക് പകരണമെങ്കിൽ എന്നിലൂടെ മാത്രമേ സാധ്യമാകത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു ഒരു മതം സ്ഥാപിച്ചിട്ടില്ല. യേശുവിന്റെ അടുക്കലേക്ക് വരുന്ന ഏതൊരു വ്യക്തിയെയും കർത്താവ് സ്വീകരിച്ചു. പാപിനിയായ വ്യക്തിയെ കർത്താവ് സ്വീകരിച്ചു, വ്യഭിചാരിയെ കർത്താവ് സ്വീകരിച്ചു, കള്ളനെ കർത്താവ് സ്വീകരിച്ചു, കൊലപാതകയെ കർത്താവ് സ്വീകരിച്ചു, പരീശനെ കർത്താവ് സ്വീകരിച്ചു, കൈക്കൂലിക്കാരൻ അല്ലെങ്കിൽ ചുങ്കക്കാരനെ കർത്താവ് സ്വീകരിച്ചു. ആരെയും കർത്താവ് എല്ലാ മതത്തിലുള്ളവരെയും എല്ലാ ജാതിക്കാരെയും കർത്താവ് സ്വീകരിച്ചു. കുഷ്ഠരോഗിയെ കർത്താവ് സ്വീകരിച്ചു. എല്ലാവരെയും കർത്താവ്, അതാണ് കർത്താവിന്റെ മനസ്സലിവ്. ഹല്ലേലൂയ. താൻ തൊടുമ്പോൾ താൻ അശുദ്ധനായി പോവുകയല്ല, തന്റെ വിശുദ്ധി അവരിലേക്ക് വരിക. അതാണ് തന്നിൽ ഉണ്ടായിരുന്ന വിശുദ്ധി. യേശുവിലുണ്ടായിരുന്ന വിശുദ്ധി അതായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ലോക്കലായിട്ട് ഒരു ദൈവത്തിന്റെ അടുക്കൽ പോകുമ്പോഴത്തേന് ആ ദൈവം നമ്മൾ ശുദ്ധിയായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ അശുദ്ധി സംഭവിക്കുമെങ്കിൽ ഇവിടെ അങ്ങനെയല്ല. കർത്താവിന്റെ ശുദ്ധി നമ്മളിലേക്ക് പകരുക. അതുകൊണ്ട് കർത്താവ് പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ, പിതാവ് പറയാണ്, തന്റെ ഏകജാതനായ പുത്രനിൽ, ആ ബിഗോട്ടനായ സണ്ണിൽ വിശ്വസിക്കുന്നവർ എന്തായി മാറും? അവർ ബിഗോട്ടൻനെസ് ആയി മാറും. ഹല്ലേലൂയ. അവരൊരു സെപ്പറേറ്റ് കൈൻഡിലേക്ക് മാറ്റപ്പെടുക. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 5:10 പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതു സൃഷ്ടിയായി മാറി, അവൻ പഴയത് മുഴുവൻ കഴിഞ്ഞുപോയി. ഹല്ലേലൂയ. ദൈവമക്കളെ, എന്റെ ജീവിതത്തിലേക്ക് ഞാൻ ഈ യേശുവിനെ സ്വീകരിച്ചപ്പോൾ ഞാൻ പുതിയൊരു മതത്തിലേക്കല്ല വന്നത്. എന്നിൽ അകത്തുള്ള പാപ പ്രകൃതിയിലാണ് മാറ്റം വന്നത്. ഹല്ലേലൂയ. ഡിഫോൾട്ട് ആയിരുന്ന എന്നിൽ വ്യാപരിച്ചു കൊണ്ടിരുന്ന നേച്ചറാണ് മാറിയത്. എന്റെ ചിന്തകള്, സംസാരങ്ങള്, ബലഹീനതകള് എല്ലായിടത്തും മാറ്റം വന്നു. അതുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ടും പെർഫെക്റ്റ് ആയെന്നല്ല, പക്ഷെ ഡ്രാസ്റ്റിക്കൽ ചേഞ്ചസ് എന്നിൽ സംഭവിച്ചു കഴിഞ്ഞു. അത് എന്നിൽ മാത്രമേ എനിക്കറിയാൻ പറ്റത്തുള്ളൂ. അത് എന്റെ അടുക്കൽ വന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഒരു മതത്തിൽ നിന്ന് വന്നെങ്കിൽ എൻ്റെ പിതാവ് അല്ലെങ്കിൽ എൻ്റെ ബന്ധുമിത്രാദികൾ ആ മതത്തിലായിരുന്നവർ എൻ്റെ യേശുവിലുള്ള ഈ ഒരു ജീവിതത്തിന്റെ രൂപാന്തരമാണ് യഥാർത്ഥത്തിൽ അവർ എന്നിലേക്ക് അടുപ്പിച്ചത്. അപ്പോൾ ഒരു വ്യക്തി യേശുവിൽ വരുമ്പോൾ, ബിഗോട്ടൻനെസ് ആകുമ്പോൾ, അവനിൽ നിത്യജീവനാണ് വ്യാപരിക്കുന്നത്. എന്താണ് നിത്യജീവൻ? എ സർട്ടൻ കൈൻഡ് ഓഫ് ലൈഫ്. ഹല്ലേലൂയ. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ജീവിതമാണ് ഈ നിത്യജീവൻ എന്ന് പറയുന്നത്. മനസ്സിലാകുന്ന ഒരു ഡിഫറെന്റ് നേച്ചർ, ഒരു ഡിവൈനിറ്റി ആണ്. ഡിവൈൻ നേച്ചർ ആണ്. ആ ഡിവൈൻ നേച്ചറിലുള്ള കണ്ടിന്യൂസ് ലിവിങ് ആണ് ആ വ്യക്തിയെ എറ്റേണിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം, ഒരുവൻ യേശുവിനെ സ്വീകരിച്ച് ബിഗോട്ടനായി മാറുമ്പോൾ ആ വ്യക്തി ബിഗോട്ടൻനെസ് ആയി മാറുക. ആ വ്യക്തിയുടെ ഉള്ളത്തിലേക്ക്, അപ്പൊ ഞാൻ കർത്താവായി യേശുവിനെ പോലെ തന്നെ ഞാനും എന്തായി മാറുക? പുത്രനായി മാറുക. ഓ, ഇറ്റ്സ് ആൻ അമേസിംഗ് വേർഡ്. ഹല്ലേലൂയ. ഞാൻ പുത്രനായി മാറുക. ഇന്നു മുതൽ ഞാൻ ദാസനല്ല. ഞാൻ പ്രമാണങ്ങളും കൽപ്പനകളും ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വ്യക്തിയല്ല. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങള് ഹല്ലേലൂയ ഇന്ന് അവർ അധ്വാനിച്ചിട്ട് അല്ലെങ്കിൽ അവര് ഇന്നിന്റെ കടമകൾ ചെയ്തിട്ടാണ് നമ്മൾ ആഹാരം കൊടുക്കുന്നത്. അല്ല, നമ്മളും അവരുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഹല്ലേലൂയ അവർ നമ്മുടെ ബയോളജിക്കൽ സൺസ് ആയതുകൊണ്ട് ഹല്ലേലൂയ പിതാവ് പറയുക, യു ആർ നോട്ട് ഓർഫൻ, യു ആർ ആൻ അഡോപ്റ്റഡ് സൺസ്. ഹല്ലേലൂയ. നിങ്ങള് മക്കളാ. അത് ഗലാത്യർ ലേഖനത്തിലും പറയുകയാണ്, നമ്മൾ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു, ഇനി നമ്മൾ ദാസന്മാരല്ല, ഇനി നമ്മൾ മക്കളാ. അതിൽ യവനെന്നില്ല, യഹൂദനെന്നില്ല, ദാസനില്ല, ആരും യേശുവിനെ സ്വീകരിച്ചവരെല്ലാരും മക്കളാ. ആമേൻ. ഒന്നുകൂടെ ഞാൻ വേർഡ് വായിക്കുന്നു. For God so loved the world that he gave his only begotten son. അപ്പോൾ ഈ ഏകജാതനായവനെ നമുക്ക് തന്നപ്പോൾ നമ്മൾ എന്തായി മാറി? നമ്മളും ഏകജാതനായവന്റെ ആത്മാവിനാൽ നമ്മുടെ ആത്മാവ് ഏകജാതത്തിലേക്ക് മാറ്റപ്പെട്ടു. ഹല്ലേലൂയ. അതാണ് മക്കള്. ഹല്ലേലൂയ. തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യ ജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുവാനാണ് അവൻ നമ്മെ വിളിച്ചിരിക്കുന്നത്. എങ്ങനെ? തന്റെ സ്വരൂപത്തോട്, കൺഫേംഡ് ഹിസ് ഇമേജ് ടു ട്രാൻസ്ഫർ. ഹല്ലേലൂയ. അവന്റെ സ്വരൂപത്തോട്. അതാണ് റോമർക്ക് ലേഖനം 8:29 പറയുന്ന വചനം. അത് ആ വചനം ഒന്ന് അതുപോലെ വായിക്കുവാനായിട്ട് ഞാൻ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. For whom he did foreknow, he also did predestine to be conformed to the image of his son. അപ്പോൾ പുത്രൻ ഏകജാതനായിട്ട് ജനിച്ചെങ്കിൽ നമ്മളും എന്തായി മാറുക? നമ്മളും ആ ഏകജാതനായവനോട് അനുരൂപപ്പെടുക ചെയ്യുന്നത്.
Hallelujah. That he might be the firstborn among many brethren. Among many brethren. അപ്പൊ we are also sons. നമ്മളും മക്കൾ. അപ്പം ഞാനൊരു പുതു സൃഷ്ടിയായി എന്ന് നമ്മുടെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു വ്യക്തി നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഞാനൊരു പുതു സൃഷ്ടിയായി മാറി. ഇനിയും ഹല്ലേലൂയ ദാസ്യത്തിന് എന്റെ മേൽ അധികാരമില്ല. ദാസ്യത്തിന് എന്റെ മേൽ അധികാരമില്ല. അതുകൊണ്ടാണ് റോമർ 8:14 പറയുന്ന വേർഡ് ഇപ്രകാരം, ഹല്ലേലൂയ, അതായത് those who walk according to his spirit, those are children of God. ഹല്ലേലൂയ. ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന ഏവരും ദൈവ മക്കൾ ആകുന്നു. ആമേൻ. അപ്പോൾ നമ്മൾ ദൈവ മക്കളായി മാറുക. 15ലേക്കും കൂടെ ഹല്ലേലൂയ. അപ്പോൾ ഈ വചനം, ഇന്ന് ഈ കേട്ട വചനത്തിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹല്ലേലൂയ ശാരീരികമായ അവസ്ഥകളും മാറട്ടെ, അവരുടെ ബലഹീനതകളും മാറട്ടെ, അവരുടെ ശാരീരിക ബുദ്ധിമുട്ടിന് രോഗത്തിന് സൗഖ്യം വരട്ടെ, അവരുടെ ചിന്താഗതികൾക്ക് മാറ്റം വരട്ടെ, അവരുടെ പ്രവർത്തന മണ്ഡലത്തിന് മാറ്റം വരട്ടെ, എല്ലാ മേഖലയിലും സമൃദ്ധി ഉണ്ടാകട്ടെ. ആ പുത്രത്വം അവരെ ജീവിപ്പിക്കട്ടെ. പുത്രത്വം അവരെ ഭയം അവരിൽ നിന്ന് നീക്കളക്കളയട്ടെ. കർത്താവേ, ഇനിയിപ്പോൾ പ്രാർത്ഥിക്കുന്നു, എന്നെ കേട്ട ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും, ഇനി കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും കർത്താവ് ഈ വചനം ക്രിയേറ്റ് ചെയ്ത് അത് 30, 60, 100 മേനി ഫലം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ വചനത്താൽ നമ്മളെ ബലപ്പെടുത്തിയ വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഏറിയ നന്മകളാൽ നിറയ്ക്കണം കർത്താവേ, യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. താങ്ക് യു ജീസസ്. ഗോഡ് ബ്ലെസ് യു. രക്ഷിതാവൻ സ്വന്തമായതാൽ ഞാനവൻ സന്താനം ആയി തീർന്നതാൽ, യേശു രക്ഷിതാവൻ സ്വന്തമായതാൽ ഞാനവൻ സന്താനം ആയി തീർന്നതാൽ, എന്തുമോദം തന്റെ അന്തരംഗത്തിൽ പാടും ഞാൻ സന്തോഷത്താൽ, എന്തുമോദം എന്റെ അന്തരംഗത്തിൽ പാടും ഞാൻ സന്തോഷത്താൽ. രക്ഷാദാനമോ വാദത്ര മാധുര്യം, എന്നെ വീണ്ടതോ വാദത്ര ആശ്ചര്യം. രക്ഷാദാനമോ വാദത്ര മാധുര്യം, എന്നെ വീണ്ടതോ വാദത്ര ആശ്ചര്യം. കർത്തൻ സ്വന്തമായിട്ടെന്നെ തീർത്തതാൽ കീർത്തിക്കുന്ന നന്ദിയാ. കർത്തൻ സ്വന്തമായിട്ടെന്നെ തീർത്തതാൽ കീർത്തിക്കുന്ന നന്ദിയാ. രക്ഷകാനിഷ്ടം നിറവേറ്റുവാൻ നീക്കുക എന്നിഷ്ടം മുറ്റുമെൻ ഭവാൻ. രക്ഷകാനിഷ്ടം നിറവേറ്റുവാൻ നീക്കുക എന്നിഷ്ടം മുറ്റുമെൻ ഭവാൻ. നടത്തുന്ന നിങ്ങൾ ഭൂതമാർഗത്തിൽ പാലിക്കുന്ന കൃപയിൽ, നടത്തുന്ന നിങ്ങൾ ഭൂതമാർഗത്തിൽ പാലിക്കുന്ന കൃപയിൽ. രക്ഷാദാനമോ വാദത്ര മാധുര്യം, എന്നെ വീണ്ടതോ വാദത്ര ആശ്ചര്യം. രക്ഷാദാനമോ വാദത്ര മാധുര്യം, എന്നെ വീണ്ടതോ വാദത്ര ആശ്ചര്യം. കർത്തൻ സ്വന്തമായി തന്നെ തീർത്തതാൽ കീർത്തിക്കുന്ന
ദുഃഖം തീരുമ്പോൾ എന്റെ സർവഖേദം അന്ന് തീരുമ്പോൾ കർത്തനെ ഞാൻ ഓടാൻ ചുറ്റിച്ചിടുമേ ഹല്ലേലൂയ പാടുമേ. കർത്തനെ ഞാൻ ഓടാൻ ചുറ്റിച്ചിടുമേ ഹല്ലേലൂയ പാടുമേ. കർത്തനെ ഞാൻ ഓടാൻ ചുറ്റിച്ചിടുമേ ഹല്ലേലൂയ പാടുമേ. രക്ഷാദാനമോ അതെത്ര മാധുര്യം, എന്നെ വീണ്ടതോ അതെത്ര ആശ്ചര്യം. രക്ഷാദാനമോ അതെത്ര മാധുര്യം, എന്നെ വീണ്ടതോ അതെത്ര ആശ്ചര്യം. കർത്തൻ സ്വന്തമായി എന്നെ തീർത്തതാൽ എനിക്ക് ഞാൻ നന്ദിയാൻ. കർത്തൻ സ്വന്തമായി എന്നെ തീർത്തതാൽ എനിക്ക് ഞാൻ നന്ദിയാൻ. കർത്തൻ സ്വന്തമായി എന്നെ തീർത്തതാൽ എനിക്ക് ഞാൻ നന്ദിയാൻ. ആത്മാവിൻ ശക്തിയാൽ അനുദിനം നടത്തും യേശുവിന്റെ കൂടെയുള്ളതാ. ഇനി ക്ലേശങ്ങളും എന്റെ ശരണമവൻ, ഭൂവിലേതും ഞാൻ ഭയപ്പെടില്ല. ഇനി ക്ലേശങ്ങളും എന്റെ ശരണമവൻ, ഭൂവിലേതും ഞാൻ ഭയപ്പെടില്ല. എന്റെ ദൈവത്താലേ സകലത്തിലും മതിയായവൻ ഞാൻ അറിയുന്നു. എന്റെ താഴ്ചയിലും സമൃദ്ധിയിലും ആത്മാവിൻ ബലം എന്നെ നടത്തിയിടുന്നു. എന്റെ ദൈവം സകലത്തിലും മതിയായവൻ ഞാൻ അറിയിടുന്നു. എന്റെ താഴ്ചയിലും സമൃദ്ധിയിലും ആത്മാവിൻ ബലം എന്നെ നടത്തിയിടുന്നു. ഞാൻ രക്ഷിതനായിടുവാനിടവരില്ല. എന്റെ ആവശ്യങ്ങളാൽ എന്നെ നടത്തിയിടുവാൻ രക്ഷിതനായിടുവാനിടവരില്ല. എന്റെ ആവശ്യങ്ങൾ എന്നെ നടത്തി ആരാധിച്ചിടും ഞാൻ ആത്മാവിനവനെ ഏതു നേരത്തിലും. എന്റെ രോഗങ്ങളും നല്ല വൈദ്യനവൻ ഭൂമിയിലെന്നും ഞാൻ പാടിപ്പോകട്ടെ. എന്റെ രോഗങ്ങളിൽ നല്ല വൈദ്യനവൻ ഭൂമിയിലെന്നും ഞാൻ പാടിപ്പോകട്ടെ. എന്റെ ദൈവത്താലേ സകലത്തിലും മതിയായവൻ ഞാനും അറിയിടുന്നു. ഓ സമൃദ്ധിയിലും ആത്മാവിൻ ബലം എന്നെ നടത്തിയിടുന്നു. എന്റെ ദൈവത്താലേ സകലത്തിലും മതിയായവൻ ഞാനും അറിയിടുന്നു. എന്റെ താഴ്ചയിലും സമൃദ്ധിയിലും ആത്മാവിൻ ബലം എന്നെ നടത്തിയിടുന്നു. ഞാൻ രക്ഷിതനായിടുവാനിടവരില്ല. ഇടവരില്ല. എന്റെ ആവശ്യങ്ങളാൽ എന്നെ വിശ്വാസത്തോടെ ഞാൻ രക്ഷിതനായിടുവാനിടവരില്ല. എന്റെ ആവശ്യങ്ങളാൽ എന്നെ കർത്തൻ തൻ കരങ്ങൾ ഉരുകിയിട്ടില്ലതാ എന്നും ജയം ഞാൻ പ്രാപിക്കും. എന്റെ നഷ്ടങ്ങളെ ലാഭമാക്കുന്നവൻ അവൻ എന്നും സ്തുതിക്കുകയോഗ്യൻ. എന്റെ നഷ്ടങ്ങളെ ലാഭമാക്കുന്നവൻ അവൻ സ്തുതിക്കുകയോഗ്യൻ. എന്റെ ദൈവത്താലേ മതിയായവൻ ഞാനും അറിയിടുന്നു. എന്റെ താഴ്ചയിലും സമൃദ്ധിയിലും ബലമെന്നെ നടത്തിയിടുന്നു. ദൈവത്താലേ ഓ മതിയായവൻ ഞാനും അറിയിടുന്നു. ആത്മാവിൻ ബലമെന്നെ നടത്തിയിടുന്നു. ഞാൻ രക്ഷിതനായിടുവാനിടവരില്ല. എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞെന്നെ നടത്തിയിടുവാൻ ഞാൻ രക്ഷിതനായിടുവാനിടവരില്ല. എന്റെ ആവശ്യങ്ങൾ
Hallelujah, hallelujah, amen, hallelujah. Thank you, Daddy God. Thank you, Jesus. Thank you, Holy Spirit, amen, hallelujah. നമ്മൾ കേട്ട പ്രബോധനം പോലെ, നമ്മൾ പാടിയതുപോലെ, amen, hallelujah. കർത്താവേ, ജീവനുള്ള മൊഴികൾ, amen, hallelujah. അങ്ങയുടെ പക്കലാപ്പാ ഉള്ളത്, amen, hallelujah. ഞങ്ങൾ എവിടേക്ക് പോകുന്നതായി, amen, hallelujah. ആ ജീവമൊഴികളുടെ മുൻപിലായി, amen, hallelujah. നമ്മളെ തന്നെ സമർപ്പിക്കാം, ദൈവദാസനെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കാം, വചന ശുശ്രൂഷ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കാം, amen, hallelujah. കർത്താവേ, നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. വീണ്ടുമായി അപ്പന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ മക്കളെ അവകാശവും അധികാരവും തന്ന് ഇരുത്തിയിരിക്കുന്ന മഹാകൃപയും ദയയും ആ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ, ആമേൻ, ഹല്ലേലൂയ. ദേവദാസനെ അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നപ്പാ. അപ്പന്റെ വചനം ചുമന്ന് നിൽക്കുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, നാവ് തുറക്കുമ്പോൾ തന്നെ, ആമേൻ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് മുഴുവൻ നിയന്ത്രണം ഏറ്റെടുക്കുന്നതെ ഓർത്ത് നന്ദി പറയുന്നപ്പാ. സ്വർഗം ഞങ്ങളോട് എന്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു അത് തന്നെ ദൈവദാസന്റെ നാവിൽ കൂടെ വെളിപ്പെടുന്നതെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ. സ്വർഗീയ ബലത്താൽ ശക്തിയാൽ ദൈവദാസനെ നിറയ്ക്കുന്നതെ ഓർത്ത് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ, ആമേൻ, ഹല്ലേലൂയ. കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു നാഥാ. പരിശുദ്ധാത്മാവ് തന്നെ കൂടെ ഇരുന്ന് പ്രിയപ്പെട്ടവർക്ക് ദൈവവചനം മനസ്സിലാകുവാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ആമേൻ, അങ്ങയുടെ സ്വർഗീയ, ആമേൻ, ഹല്ലേലൂയ, അണ്ടർസ്റ്റാൻഡിങ്ങും നോളജും എല്ലാം പകർന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ മിസ്റ്ററീസ് ഒക്കെ വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. എമാവൂസിൽ കടന്നുപോയ ശിഷ്യന്മാരുടെ ഹൃദയം കത്തിയതുപോലെ സ്വർഗമേ ദൈവവചനം കേൾക്കുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവരെ, ആമേൻ, അവർ ഹൃദയം കത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. വഴികൾ തുറന്നു വരട്ടെ കർത്താവേ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, may the word convict them, master, ആമേൻ, ഹല്ലേലൂയ. അവരെ റിപ്പന്റൻസിലേക്ക് നയിക്കട്ടെ കർത്താവേ, ആമേൻ, ഹല്ലേലൂയ. ആ ഇറ്റേണൽ ജോയ് കർത്താവേ, ആമേൻ, ഹല്ലേലൂയ, ആ സമാധാനം, ആമേൻ, ഹല്ലേലൂയ, കേൾക്കുന്ന ഹൃദയത്തിലും ജീവിതത്തിലും കടന്നു വരുന്നത് ഓർത്ത് നന്ദി പറയുന്നു ലോർഡ്. may your healing master, may your compassion lord, amen, hallelujah, hallelujah, flow into their lives lord jesus, amen, hallelujah, hallelujah. തിരുരക്തത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും മറച്ചിരിക്കുന്നത് ഓർത്ത് നന്ദി പറയുന്നപ്പാ. ആത്മാവിനാൽ ഞങ്ങളെ മുദ്ര ചെയ്തത് ഓർത്ത് നന്ദി പറയുന്നപ്പാ. അപ്പന്റെ അടിപ്പിണറാൽ ഞങ്ങൾക്ക് അനുദിനം തരുന്ന സൗഖ്യത്തിനായി നന്ദി പറയുന്നപ്പാ. കേൾക്കുന്ന വചനത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കുന്നത് ഓർത്ത് നന്ദി പറയുന്നപ്പാ. അങ്ങയുടെ നാമം മാത്രം ഇതിൽ കൂടെ മഹത്വപ്പെടട്ടെ അപ്പാ. യേശുവിന്റെ നാമത്തിൽ സ്വർഗീയ പിതാവുടെ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു, ആമേൻ, 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 ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മധ്യത്തിൽ ആയിരിക്കുമ്പോൾ മധ്യേ കർത്താവിൻ്റെ സാന്നിധ്യം ഉള്ളതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എവിടെ പരിശുദ്ധാത്മാവുണ്ടോ അവിടെ സ്വാതന്ത്ര്യമുണ്ട്. എവിടെ പരിശുദ്ധാത്മാവുണ്ടോ അവിടെ വിടുതലുണ്ട്. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഒരു സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപ ഈ സമയത്ത് അനുഭവിക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൽപ്പിക്കപ്പെട്ട ദൈവിക ആലോചനകൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. രക്ഷ നമുക്ക് കർത്താവ് ദാനമായി തന്നു. സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അതോടുകൂടെ സർവ്വതും നൽകാതിരിക്കുമോ എന്ന് തിരുവചനം നമ്മളോട് ചോദിക്കുമ്പോൾ, അതെ, അതോടുകൂടി സകലതും കർത്താവ് നൽകുമെന്ന വിശ്വാസകൂടി ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. രക്ഷയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരാൻ തക്കവണ്ണം ഇടയാക്കി. ഈ ദിവസങ്ങളിലും രക്ഷയുടെ അനുഭവത്തിൽ വരാത്ത ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവ് യഥാർത്ഥ നിത്യരക്ഷയുടെ അനുഭവത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൂട്ടിവരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് തന്നെ വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ രക്ഷയിലേക്ക് വന്ന ഒരു കൂട്ടം ജനമായിരുന്നു ഗലാത്യ സഭ. അവർ ആ രക്ഷയിലേക്ക് വന്ന ജനത്തിൻ്റെ ജീവിതത്തിലേക്ക് ദൈവം കൊടുത്ത പരിശുദ്ധാത്മാവ് മുഖാന്തരം ആ രക്ഷയുടെ സ്വാതന്ത്ര്യം, രക്ഷയുടെ വിടുതൽ, രക്ഷയുടെ അനുഭവം, രക്ഷയുടെ മാധുര്യം അവരനുഭവിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ആ ഉണ്ടായിരുന്ന ആ ദൈവസഭ ഒരുപക്ഷെ ഈ കടന്ന് അവരനുഭവിച്ച ആ രക്ഷ ശത്രു അവരുടെ ജീവിതത്തിൽ കടന്നു വന്ന് അവരെ ഒരുപക്ഷെ വീണ്ടും ആ ദൈവം, നമ്മൾ കേട്ടതുപോലെ ദൈവത്തിൻ്റെ ആ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു കൂട്ടം ജനത്തിൻ്റെ ആമേൻ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ വീണ്ടും ആ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ചിന്തിച്ച്, അതുമാത്രമല്ല ഇപ്പോൾ അനുഭവിക്കുന്ന
ദൈവിക സമാധാനവും സന്തോഷവുമല്ല, ഇപ്പോൾ അനുഭവിക്കുന്ന ദൈവകൃപയല്ല, അതിനപ്പുറത്ത് ഒരു വൻ കൃപയിലേക്ക് ദൈവം നടത്തുവാൻ ആ സഭയുടെ ആ സഭയുടെ അതേ സ്തോത്രം പാസ്റ്ററായിരിക്കുന്ന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ, ഇടയനായിരിക്കുന്ന അപ്പോസ്തലനായ പൗലോസ് ആഗ്രഹിക്കുമ്പോൾ അദ്ദേഹം ദൈവസഭയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഗലാത്യ സഭയ്ക്ക് അദ്ദേഹം ലേഖനം എഴുതുമ്പോൾ ഗലാത്യ സഭയുടെ ഗലാത്യർക്ക് ലേഖനം 5:1 നമുക്കൊന്ന് വായിക്കാം. എന്തിനു വേണ്ടിയാണ് അദ്ദേഹം ഈ ലേഖനം എഴുതുമ്പോൾ ഇങ്ങനൊരു കാര്യം പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. 5:1 സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ വീണ്ടും കുടുങ്ങിപ്പോകരുത്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കിയത് അടിമനുഖത്തിൽ ബന്ധനത്തിൽ കഴിയുവാനല്ല. യേശു നമ്മളെ സ്വതന്ത്രരാക്കിയത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി തന്നെയാണ്. ഇനിയും ഒരു അടിമനുഖത്തിൽ, ഇനിയും ഒരു ബന്ധനത്തിൽ കഴിയുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അവിടെ അപ്പോസ്തലനായ പൗലോസ് ആ ലേഖനം എഴുതുമ്പോൾ രക്ഷയുടെ മാധുര്യവും രക്ഷയുടെ സന്തോഷവും രക്ഷയുടെ സ്വാതന്ത്ര്യവും അനുഭവിക്കുന്ന ആ ജനത്തോട് അദ്ദേഹത്തിന് മനസ്സിലായി, അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഒരുപക്ഷെ ശത്രു ഇവരെ വീണ്ടും ബന്ധനത്തിൽ കൊണ്ടുപോകുവാൻ ശ്രമിച്ചേക്കാം. ഫറവോൻ ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ വിട്ടയച്ചു. എന്നാൽ ആ ജനം എൻ്റേതാണ്, എൻ്റെ സ്വന്തമാണ്, അവരെ സ്വാതന്ത്ര്യത്തിൽ ഞാൻ വിടുകയില്ല എന്ന് പറഞ്ഞ് ഫറവോൻ അവരെ പിന്തുടരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇന്നും ഫറവോൻ പ്രതിനിധീകരിക്കുന്നത് പൈശാചിക മണ്ഡലത്തെയാണ്. ആ ഇരുട്ടിൻ്റെ വ്യാപാരം, ആ ദുഷ്ടമണ്ഡലം, അതിലധിപനായിരിക്കുന്ന ആ കർത്തൃത്വം ജനത്തെ വീണ്ടും പിടിച്ചുകൊണ്ടു പോകാൻ ശ്രമിക്കുമ്പോൾ, വീണ്ടും അടിമത്തത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ, അതിലൂടെ കടന്നു വരുന്നത് അവരെ ഉപായത്താൽ ആദത്തെയും ഹവ്വായെയും ശത്രു കുടുക്കിൽപ്പെടുത്തിയപ്പോൾ, ഇന്നും ദൈവസഭയ്ക്കകത്ത് ദൈവമക്കളുടെ ജീവിതത്തിൽ ദൈവിക സ്വാതന്ത്ര്യം ഇപ്പോൾ അനുഭവിക്കുന്ന തലത്തിലല്ല, കൂടുതലായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇപ്പോൾ അനുഭവിക്കുന്ന ശക്തിയല്ല, ഇതിലധികമായിരിക്കുന്ന ശക്തി, ഇതിലധികമായിരിക്കുന്ന ദൈവകൃപ, ഇതിലധികമായിരിക്കുന്ന സന്തോഷം, ഇതിൽ അധികമായിരിക്കുന്ന ദൈവിക സ്നേഹം, ആമേൻ, നാൾക്കുനാൾ ഇപ്പോൾ അനുഭവിക്കുന്ന ജ്ഞാനമല്ല, ഇപ്പോൾ അനുഭവിക്കുന്ന വെളിപ്പാടല്ല, അതിനപ്പുറത്ത് അധികമായിരിക്കുന്ന ഒരു വെളിപ്പാടിലേക്ക് ആമേൻ തൻ്റെ ജനത്തെ, തൻ്റെ മക്കളെ ഈ ദിവസങ്ങളിൽ പടുത്തുയർത്തുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ശത്രു ആഗ്രഹിക്കുന്നത് ദൈവജനത്തെ വീണ്ടും ആമേൻ ബന്ധനത്തിൽ കുടുക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങളെ ദൈവം സ്വതന്ത്രരാക്കി. ഗോഡ് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി, അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. ആമേൻ. അടിമനുഖത്തിൽ നിങ്ങൾ വീണ്ടും കുടുങ്ങിപ്പോകരുത്. കർത്താവ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകുവാനല്ല കർത്താവ് നമ്മളെ വിളിച്ചത്. ഈ ദിവസങ്ങളിൽ ആമേൻ, ഈ ദിവസങ്ങളിലും നമ്മളെ ദൈവം വിളിച്ച് ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ഒരുപക്ഷെ ചെങ്കടലിൻ്റെ തീരത്താണ് നിൽക്കുന്നതെങ്കിൽ ചെങ്കടൽ കടത്തി ആമേൻ സ്നാനത്തെ കുറിക്കുമ്പോൾ അപ്പുറത്ത് നമ്മളെ എത്തിക്കുക മാത്രമല്ല, എത്തേണ്ട സ്വർഗീയ കാനാൻ ദേശത്ത് എത്തിക്കുവാൻ തക്കവണ്ണം വീണ്ടും അവരെ അടിമനുഖത്തിൽ ആമേൻ പെടുത്തുവാൻ ശ്രമിക്കുന്ന അമലോക്യ മല്ലന്മാരുടെയും ആമേൻ അവിടെ ആയിരിക്കുന്ന കാനാന്യ വാസികളും ആമേൻ പലതരത്തിലുള്ള ജാതികൾ അവരെ വീണ്ടും ആമേൻ കുടുക്കിൽപ്പെടുത്തുവാൻ ശ്രമിച്ചപ്പോൾ അതിൻ്റെ മധ്യയെല്ലാം ദൈവിക ആലോചനയോടെ, ദൈവശക്തിയോടെ, ദൈവിക നടത്തിപ്പോടെ തൻ്റെ ജനത്തെ നടത്തിയ ദൈവം ആമേൻ ഇന്നും പുതിയ നിയമസഭയെ ആഗ്രഹിക്കുന്നത് ദൈവജനത്തെ എത്തേണ്ടിടത്ത് എത്തിക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ ദൈവസഭ അവൻ ആയിരിക്കുന്ന ഗലാത്യ സഭയ്ക്കുള്ളിൽ നുഴഞ്ഞു കയറ്റക്കാർ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി. അവർ ഒരു അന്യതാ ഉപദേശം ആ സഭയ്ക്ക് കൊടുക്കുമ്പോൾ ആമേൻ പലതരത്തിലുള്ള നുഖങ്ങൾ
ശത്രു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം കൊണ്ടുവരുവാൻ ഇടയാകും. അതിൽ അതിൻ്റെ ആ നുകം അല്ലെങ്കിൽ ഒരു അടിമത്തത്തിൻ്റെ അനുഭവം ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിൽ കടന്നു വന്ന ഒരു വ്യക്തിയെ ദൈവം കണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുവാൻ വേണ്ടിയാണ്, നുകത്തിൻ്റെ കീഴിൽ ജീവിക്കുവാൻ വേണ്ടിയല്ല. ഇത്രയധികം വില കാൽവയുടെ ക്രൂശിൽ നമ്മൾ കേട്ടതുപോലെ യേശു ക്രിസ്തു സ്വന്തം രക്തം കൊടുത്ത് അവൻ ദൈവം മനുഷ്യനായി വെളിപ്പെട്ട് തൻ്റെ ജീവനെ കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മളെ സ്വതന്ത്രരാക്കുവാൻ വേണ്ടിയാണ്, നമ്മളെ വിടുവിക്കുവാൻ വേണ്ടിയാണ്, ഈ ദിവസങ്ങൾ ദൈവിക നന്മകൾ അനുഭവിക്കുവാൻ വേണ്ടിയാണ്. പക്ഷേ ശത്രു വീണ്ടും ശ്രമിക്കുന്നത് ദൈവജനത്തെ വീണ്ടും ഈ ദിവസങ്ങളിലും വീണ്ടും ഒരു അടിമത്തത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുപോകുവാൻ. ഇന്ന് അനേക വിശ്വാസികൾ ഈ ഒരു അനുഭവത്തിൽ വന്നതിന് ശേഷവും വീണ്ടും ഒരു അടിമനുഖത്തിൻ്റെ അനുഭവത്തിൽ കഴിയുന്ന പലരെയും നമുക്ക് കണ്ണാൽ കാണുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. അങ്ങനെയുള്ളവർ കുറവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലും ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെ ആരെങ്കിലും ആയി തീർന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ വിശ്വാസത്തിൽ വന്നിട്ടും ഈ നുഖത്തിൻ്റെ കീഴിൽ തന്നെ പഴയ ആ നുഖത്തിൻ്റെ കീഴിൽ തന്നെ കിടക്കുന്ന അനുഭവമാണെങ്കിൽ അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു ദൈവിക കൃപയുണ്ട്, അതിനുള്ളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു ദൈവിക പദ്ധതിയുണ്ട്. സ്തോത്രം. അതിനാവശ്യമായിരിക്കും എല്ലാം കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ഒരു നുഖത്തിൻ്റെ കീഴിലും കിടക്കുവാൻ, ഒരു അമ്മിക്കയറിൻ്റെ കീഴിലും കിടക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഗോഡ് വാണ്ട്സ് യു ടു ബി ഫ്രീ. ദൈവം നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത്, മാനസികമായ സ്വാതന്ത്ര്യത്തിലേക്ക്, അതേ സ്തോത്രം, ബുദ്ധിപരമായ സ്വാതന്ത്ര്യത്തിലേക്ക്, ശാരീരികമായ സ്വാതന്ത്ര്യത്തിലേക്ക്, അതേ സ്തോത്രം, സാമ്പത്തികപരമായ സ്വാതന്ത്ര്യത്തിലേക്ക്. സ്തോത്രം, പൂർണ്ണമായൊരു സ്വാതന്ത്ര്യം യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിന് മേൽ പകരുമ്പോൾ എവിടെ ആത്മാവുണ്ടോ അവിടെ സ്വാതന്ത്ര്യമുണ്ട്. പൈശാചികന്റെ ശ്രമം, ഇരുട്ടിന്റെ വ്യാപാരത്തിന്റെ ശ്രമം, ആയവന്റെ ശ്രമം, നുഖത്തിന്റെ കീഴിൽ, അമ്മിക്കയറിന്റെ കീഴിൽ, ബന്ധനത്തിൽ ജനത്തെ കുടുക്കിക്കളയുവാൻ വേണ്ടിയാണ് ശത്രു ശ്രമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 430 വർഷത്തോളം ബന്ധനത്തിൽ കഴിഞ്ഞ ജനത്തെ ദൈവത്തിന് വിടുവിക്കുന്ന ആവശ്യമില്ലായിരുന്നു. ദൈവം പറഞ്ഞു ആരാധിക്കുവാൻ തന്നെ ജനത്തെ വിട്ടയക്കണം. അതിൻ്റെ അർത്ഥം ഞാൻ വിശ്വസിക്കുന്നു, ദൈവിക ആരാധനയിലൂടെ ദുഷ്ടന്റെ ബന്ധനങ്ങൾ തകരും. അതുകൊണ്ട് ആത്മാവിലുള്ള ആരാധന വെളിപ്പെടുവാനിടയാകാതെ ദൈവജനത്തെ പിടിച്ചു വെച്ചുകൊണ്ട് ആത്മീയ ആരാധകരാക്കി തീർക്കുവാൻ സമ്മതിക്കാതെ പൈശാചിക മണ്ഡലം പോരാടുമ്പോൾ ഇന്ന് ആത്മീയ ആരാധിക്കുവാൻ ഇരിക്കുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു ആത്മീയ ആരാധനയ്ക്ക് വേണ്ടി സ്വന്തം ശരീരത്തിൽ നിന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഈ ദിവസങ്ങളിലും ശത്രു കെട്ടിയ ചില കെട്ടുകൾ, കെട്ടിവെച്ചിരിക്കുന്ന ഏതെങ്കിലും യുഗങ്ങളുണ്ടെങ്കിൽ, ബന്ധനങ്ങളുണ്ടെങ്കിൽ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കും. ഈ ദിവസങ്ങളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്, അതേ ദൈവം ആഗ്രഹിക്കുന്നതായ ഒരു ദൈവീകമായ ജീവൻ നമ്മുടെ മേൽ വെളിപ്പെടുവാൻ വേണ്ടിയാണ്. യേശു പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് ബന്ധിക്കുവാനല്ല, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകുവാൻ. യേശു വന്നിരിക്കുന്നത് ജീവൻ ഒഴുക്കുവാൻ വേണ്ടി, ജീവൻ കൊടുത്തത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരുടെ ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ജീവൻ, സമൃദ്ധമായ ജീവൻ ഒഴുകുവാൻ വേണ്ടിയാണ്. പക്ഷെ ഇന്ന് കർത്താവ് തന്നിരിക്കുന്ന ആ ദൈവിക സ്വാതന്ത്ര്യം ജീവൻ അനുഭവിക്കുവാൻ കഴിയാതെ ദൈവജനത്തെ ഈ ദിവസങ്ങളിലും വിശ്വാസത്തിൽ കടന്ന അനേകരെ ഈ ദിവസങ്ങളിലും ശത്രു കെട്ടിയിട്ടിരിക്കുന്ന മണ്ഡലങ്ങൾ തിരിച്ചറിയുവാൻ കഴിയാതെ, സ്തോത്രം, ഈ വിശ്വാസത്തെ തിരിച്ചറിയാൻ കഴിയാതെ കർത്താവ് കൊടുക്കുന്ന ആ ദൈവിക സ്വാതന്ത്ര്യത്തിലേക്ക് അനുഭവിക്കാൻ ഇടയാകാതെ പാരമ്പര്യത്തിൻ്റെ ബന്ധനത്തിൽ കിടക്കുന്ന അനവധി പേരെ ഇന്ന് കർത്താവ് വിടുവിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അപ്പോസ്തലനായ പൗലോസിന് മനസ്സിലായി ഇത് ദുഷ്ടൻ്റെ ഒരു പദ്ധതിയാണ്. അത് അവിടെ ഒരു ദുരുപദേശം കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായി. അപ്പോൾ നുഖത്തിൻ്റെ കീഴിലായി തീരുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, ഒരു സ്വാതന്ത്ര്യത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ പലതരത്തിലുള്ള നുഖങ്ങൾ മനുഷ്യൻ്റെ മേൽ ദുഷ്ടനിടും. ഏറ്റവും വലിയ നുഖം പാരമ്പര്യത്തിൻ്റെ നുഖമാണ്. പലതരത്തിലുള്ള നുഖങ്ങൾ നമുക്ക് വചനത്തിൽ കാണുവാൻ സാധിക്കും, നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കും. ഇതെന്താണ് പാസ്റ്ററെ, എന്താണ് ബ്രദറെ ഈ നുഖം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചിലപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു വിശ്വാസത്തിൽ അല്ലാത്ത ആരെങ്കിലുമൊക്കെ ഈ വചനമൊക്കെ കേൾക്കുമ്പോൾ അവർ ചോദിക്കും, നുഖം എന്താണ്, ബന്ധനം എന്താണ്, പോരാട്ടം എന്താണെന്നൊക്കെ അവർ ചോദിക്കുക. ഒരിക്കൽ ഞാൻ ഓർക്കുന്നു, സ്തോത്രം, ഒരു പുതുതായി ഹിന്ദു വിശ്വാസത്തിൽ വന്ന ഒരു വ്യക്തി ആദ്യമായി വിശ്വാസത്തിലേക്ക്, ഒരു ആരാധനയിലേക്ക്, ഒരു ചർച്ചിലേക്ക് പോയപ്പോൾ അദ്ദേഹം ജീവിതത്തിൻ്റെതായ വളരെ പ്രതികൂലമായിരിക്കുന്ന മണ്ഡലത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് പറയുന്ന ആരാധനയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സംസാരിച്ചു കൊണ്ടിരുന്ന ദൈവദാസൻ, ഒരു പ്രവാചക അഭിഷേകം പെട്ടെന്ന് പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം
എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആ പുറകിലിരിക്കുന്ന ആ വ്യക്തി ദൈവത്തിൻ്റെതായ ആലോചന ഉണ്ടെന്ന് പറഞ്ഞു, ഒരാലോചന ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വിഷയമായിരുന്നു ഇതുവരെ ഒരു കല്യാണാലോചന വന്നിട്ട് പലതും മാറിപ്പോയി. അപ്പോൾ ഇദ്ദേഹം ഇത് കേട്ടപ്പോൾ വിചാരിച്ചു, എനിക്കുള്ള എന്തോ ഒരു ആലോചന ദൈവം ഇവിടെ തരികയാണ്. അപ്പോൾ ഇതിന് ശേഷം അദ്ദേഹം പോയിട്ടോ ആ ദൈവദാസമായി സംസാരിച്ചപ്പോൾ പറഞ്ഞ ആലോചന, ആമേൻ, പാപത്തെ വിട്ട് സ്തോത്രം ഈ ലോകത്തിൻ്റെതായ സ്തോത്രം ദൈവഹിതമല്ലാത്തതെല്ലാം വിട്ടുകൊണ്ട് കർത്താവിനെ പിന്തുടരുവാനുള്ള ആലോചനയാണ് ഇദ്ദേഹത്തോട് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് കേൾക്കുന്ന പല വാക്കുകൾക്കും ആമേൻ പ്രത്യേകമായ ആത്മീയ അർത്ഥങ്ങളുണ്ട്. അപ്പോൾ തന്നെ അവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു, ഒരു നുകം ഇവരുടെ മേൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, രണ്ട് വാക്യങ്ങൾക്കുള്ളിൽ നിന്ന് സംസാരിക്കുവാനാണ് ഞാൻ ഈ സമയത്ത് ആഗ്രഹിക്കുന്നത്. അവിടെ പറഞ്ഞ ക്രിസ്തു നമ്മളെ ഒന്ന് സ്വാതന്ത്ര്യമാണ്, രണ്ട് അടിമത്തത്തിൻ്റെ നുകം എന്ന് പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഉള്ള തലമുറകൾക്ക് ഈ നുകം എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. കാരണം കാളകളെ ഉഴുമ്പോൾ ഈ വയലിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ നമുക്കൊരു കാര്യം കാണുവാൻ സാധിക്കും. കാളയുടെ കഴുത്തിൽ അല്ലെങ്കിൽ പലതരത്തിലുള്ള മൃഗങ്ങളെ ഈ വയലിൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കഴുത്തിൽ ഒരു നുകം വയ്ക്കും. അതിനെ തലപൊക്കുവാൻ കഴിയത്തില്ല, മുകളിലേക്ക് നോക്കുവാൻ കഴിയത്തില്ല. സ്തോത്രം. ജീവിതം മുഴുവൻ ഒരു ബന്ധനത്തിൻ്റെ അവസ്ഥയാണ്. ആമേൻ. അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് പോകണം, ഇങ്ങനെ ജോലി ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങനെ ജോലി ചെയ്യണം, ഭക്ഷിക്കാൻ പറഞ്ഞാൽ ഭക്ഷിക്കണം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കുവാനോ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനോ കഴിയാതെ വണ്ണം ഏതോ ഒരു അദൃശ്യ ശക്തിയുടെ പിടിയിൽ ആമേൻ ജീവിതം ഞെരിഞ്ഞമരുന്ന അനുഭവങ്ങൾ, എവിടെയൊക്കെയോ സ്വാതന്ത്ര്യമുണ്ടെന്ന് ചിന്തിക്കുമ്പോഴും കെട്ടപ്പെട്ട അനുഭവത്തിലായിരിക്കുന്ന ആരെങ്കിലുമൊക്കെ അത് ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതി കെട്ടിയിട്ടിരിക്കുന്ന മണ്ഡലങ്ങളെ അഴിച്ച് തൊഴുത്തിൽ നിന്ന് വരുന്ന കാളക്കുട്ടികളെ പോലെ നിങ്ങൾ തുള്ളിച്ചാടുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവാം ദൈവം ആഗ്രഹിക്കുമ്പോൾ അവൻ ദുഷ്ടൻ ആഗ്രഹിക്കുന്നത് അതേ അടിമനുഖത്തിലേക്ക് വീണ്ടും കൂട്ടിക്കൊണ്ടുപോകുവാൻ വേണ്ടിയാണ്. അപ്പോൾ ദുരുപദേശത്തിൻ്റെതായ ഒരു നുകം വീണ്ടും അവരുടെ ജീവിതത്തിലേക്ക് അവർക്കറിയാത്ത മണ്ഡലങ്ങളിലൂടെ കടന്നു വന്ന് തെറ്റായ ഉപദേശങ്ങളെ കൊടുത്തുകൊണ്ട് അതേ സ്തോത്രം ഒരു ആദം ഹവ്വ ദമ്പതികളുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യത്തിൽ ജീവിച്ചിരുന്ന ഒരു ദാമ്പത്യ ബന്ധം, ദൈവവുമായിട്ട് വ്യക്തമായ കൂട്ടുബന്ധങ്ങൾ ഉണ്ടായിരുന്ന ഒരു കൂട്ടുബന്ധത്തിനകത്ത് ഒരല്പം മായം ചേർത്തതേ ഉള്ളൂ. അവരുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള കൂട്ടുബന്ധം തകർന്നു പോയി. അവരെങ്ങോട്ട് പോയി? അവർ ബന്ധനത്തിലേക്ക് പിടിക്കപ്പെട്ടുകൊണ്ടുപോയി. ഇന്നും ആമേൻ സ്വന്തം ബന്ധിക്കാൻ ശ്രമിക്കുന്ന വൈശാചിക മണ്ഡലങ്ങളുടെ മേൽ ജയമെടുക്കുവാൻ തക്കവണ്ണം ആമേൻ ഇന്നും കർത്താവ് ഇതെല്ലാം ചെയ്തിട്ടാ, കാൽവയുടെ കുരിശിൽ ചെയ്തിട്ടാ പോയത്. നമ്മൾ ഇന്നും കേട്ട വചനം പോലെ തന്നെ ആമേൻ കാൽവയുടെ കുരിശിൽ ദൈവമക്കളെന്ന അധികാരത്തിലേക്ക് ആമേൻ കർത്താവ് നമ്മളെ ആക്കി തീർക്കും. ഗലാത്യർ ലേഖനം വായിക്കുമ്പോഴൊക്കെ നിങ്ങൾ ശിശുപാലകന്മാരുടെ കീഴിലായിരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട് എന്ന് 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുമ്പോൾ 5-ാം അധ്യായത്തിലേക്ക് കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്, നിങ്ങൾ ഇനി ആ ബന്ധനത്തിൽ കിടക്കേണ്ടവരല്ല. ആമേൻ നിങ്ങളെ മക്കളെന്ന പദവിയിലേക്ക് വിളിച്ചുവെങ്കിൽ, ആത്മാവെന്ന ആദ്യ ദാനം നിങ്ങളുടെ മേൽ പകർന്നുവെങ്കിൽ, മക്കളെന്ന അധികാരം പകരുവാൻ വേണ്ടിയാണ്. ദൈവമക്കളെന്ന അധികാരമുണ്ടെങ്കിൽ സ്വാതന്ത്ര്യമുണ്ട്. മാത്രമല്ല അനേകരെ വിടുവിക്കുവാനുള്ള ഒരു അധികാരം ദൈവം നമ്മുടെ മേൽ പകർന്നിട്ടുണ്ട്. സ്തോത്രം. അപ്പോൾ ആ തെറ്റായ ഒരു ഉപദേശം വീണ്ടും ട്രഡീഷനിലേക്ക് മടക്കി കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് ആദം ഹവ്വ ദമ്പതികളുടെ ജീവിതത്തിൻ്റെ മേൽ നമുക്കറിയാം തെറ്റായ ഒരു ഉപദേശം കടന്നു വന്നപ്പോൾ അതിലേക്ക് നമുക്ക് അധികം കടന്നു പോകണ്ട. അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. അപ്പോൾ ഹവ്വായ ഉപായത്താൽ ചതിച്ചതുപോലെ തെറ്റായ ചില സ്തോത്രം ദൈവത്തിൻ്റെതായ സത്യത്തിലല്ലാത്ത തെറ്റായ സത്യമെന്ന് തോന്നുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ വളച്ചൊടിച്ച് ആമേൻ ദൈവജനത്തിൻ്റെ മേൽ പകർന്നുകൊണ്ട് അവിടെ പറഞ്ഞ് പരിച്ഛേദന വീണ്ടും ഏൽക്കണം, മോശയുടെ നിയമം എല്ലാ ന്യായപ്രമാണം മുഴുവൻ നിങ്ങൾ അനുസരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് വീണ്ടും സ്തോത്രം ഒരു തെറ്റായ ചിന്ത അവരുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അറിയാം, ഇതിലൂടെ കടന്നു വന്നാൽ വീണ്ടും അവരെ അത് പടിയായി ആമേൻ സ്തോത്രം അവരെ ബന്ധനത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് വ്യക്തമായി പൈശാചിക മണ്ഡലം ആമേൻ ചില ദുരുപദേശകന്മാരെ അയച്ചുകൊണ്ട് സഭയെ വീണ്ടും ആമേൻ അവിടെ വിടുവിക്കപ്പെട്ട ജനത്തെ, അനുഗ്രഹിക്കപ്പെട്ട ജനത്തെ വീണ്ടും ബന്ധനത്തിലാക്കുന്നൊരു
അനുഭവത്തിലേക്ക് ആമേൻ അവിടെ നടത്തുമ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ ആമേൻ പരിശുദ്ധാത്മാവ് അപ്പോസ്തലനായ പൗലോസിലൂടെ വ്യക്തമായി ആമേൻ സഭയോട് ദൂതറിയിക്കുകയാണ്. സ്തോത്രം. അത് പറഞ്ഞു, ന്യായപ്രമാണം നിങ്ങൾ അനുസരിക്കാൻ നിവർത്തീകരിച്ച് ആമേൻ നിങ്ങൾക്ക് കടപ്പെട്ടിട്ടില്ല. വീണ്ടും നിങ്ങൾ ന്യായപ്രമാണത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. യേശു നിങ്ങളെ എങ്ങനെ സ്വതന്ത്രമാക്കി എന്നൊക്കെ പറഞ്ഞ് താഴോട്ട് അദ്ദേഹത്തിൻ്റെ അതിൻ്റെതായ വ്യക്തമായ വെളിപ്പാടുകളെ കൊടുക്കുമ്പോൾ ആ സ്തോത്രം ആ ജനത്തിന് ആമേൻ പൂർണ്ണമായും ഒരുപക്ഷെ മറ്റ് ചില സ്ഥലങ്ങളിൽ അതേ ബന്ധനത്തിലേക്ക് കടന്നു പോകുന്ന അനുഭവങ്ങൾ വരുന്നത് ദുരുപദേശമല്ല, ലോകത്തിൻ്റെതായ സ്നേഹത്തിൽ ലോകത്തിൻ്റെതായ അതേ സ്തോത്രം ആകർഷണ വലയത്തിലേക്ക് കൊണ്ടുപോയി വീണ്ടും ബന്ധിക്കാൻ ശ്രമിക്കുന്ന ഒരു ഇരുട്ടിൻ്റെ വ്യാപാരമുണ്ട്. ഈ ദിവസങ്ങളും ദൈവജനം ആമേൻ സ്തോത്രം മുന്നോട്ട് പോകുവാൻ വേണ്ടിയാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. ഈ ദിവസങ്ങളിലും ദൈവജനം ശക്തി പ്രാപിക്കുവാൻ വേണ്ടിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ദിവസങ്ങളിലും ദൈവജനം വിടുതൽ പ്രാപിക്കുക മാത്രമല്ല, ദൈവസഭ വിടുതൽ പ്രാപിച്ച സഭയെന്ന് മാത്രമല്ല, സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്ന സഭയെന്ന് മാത്രമല്ല, ദൈവസഭ ഈ ദിവസങ്ങളിൽ മുന്നേറി അനേകരെ ഈ ബന്ധനത്തിൽ നിന്ന് പുറത്തു കൊണ്ടുണ്ട ഒരു ഉത്തരവാദിത്വവും കർത്തവ്യവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഭയുടെ മേൽ പകർന്നിട്ടുണ്ട്. അതുകൊണ്ട് ബന്ധനത്തിൽ കഴിയുവാനല്ല, അവൻ നിരാശയിൽ കഴിയുവാനല്ല, അവൻ രോഗത്തിൻ്റെ ബന്ധനത്തിൽ, അവൻ വൈശാഖികമായി കൊണ്ടിരുന്ന ബന്ധനത്തിൽ കഴിയുവാനല്ല. ദൈവം കൊണ്ടിരുന്ന ദുഷ്ടൻ കൊണ്ടിരുന്നത് ബന്ധനമാണെങ്കിൽ അഴിക്കുന്ന യേശുവ ആമേ സ്തോത്രം. പ്രത്യേകിച്ച് ദൈവം ചില നുഖങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ കൊണ്ടുവന്നേക്കാം. ആമേ അത് നമ്മുടെ ചില കഷ്ടതകൾ, ദൈവം കൊണ്ടുവരുന്ന കഷ്ടതകൾ, ദൈവം കൊണ്ടുവരുന്ന ചില നുഖങ്ങൾ, ദൈവം തരുന്ന ചില രോഗങ്ങളുണ്ടെങ്കിൽ അത് നമ്മളെ ശുദ്ധീകരിക്കുവാൻ, നമ്മളെ വിടിവിക്കുവാൻ, ദൈവത്തോട് അടുപ്പിക്കുവാൻ വേണ്ടിയാണ് ഒരു ശൂലം ഒരു പൗലോസ് അപ്പോസ്തലന് നുഖമായി കൊടുത്തുവെങ്കിൽ അപ്പോസ്തലനായ പൗലോസിനോട് ദൈവം പറഞ്ഞു, അത് തോൺ ഇൻ ദ ഫ്ലഷ്, അതവിടെ ഇരിക്കട്ടെ പൗലോസേ, ഞാൻ എൻ്റെ കൃപ നിനക്ക് മതി. അതോടുകൂടെ ഒരു പോംവഴിയും പരീക്ഷ ദൈവം അനുവദിച്ചാൽ ആ പരീക്ഷയോടുകൂടെ ഒരു പോംവഴിയും സ്വർഗത്തിലെ ദൈവം നൽകുവാൻ തക്കവണ്ണം ഇടയാകും. അപ്പോൾ ഈ ദിവസങ്ങളിലും ദൈവജനത്തെ വിടുവിക്കുവാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ഇത്ര അധികം കഷ്ടത സഹിക്കുവാൻ തക്കവണ്ണം ഇടയായത്. അപ്പോൾ പലതരത്തിലുള്ള നുഖങ്ങൾ ഇട്ടുകൊണ്ട് ആമേൻ ശത്രു ജീവിതങ്ങളുടെ മേൽ ആമേൻ കർത്തൃത്വം നടത്തുവാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു തരത്തിലുള്ള നുഖം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലുള്ള ഒരു നുഖങ്ങൾ ഉണ്ട്. അതിൻ്റെ ഏതൊക്കെയാണ് എന്നൊക്കെ പൂർണ്ണമായിട്ടും പറയുവാൻ സാധിക്കത്തില്ലെങ്കിലും ആമേൻ മറ്റൊരു നുഖം കൂടി നമുക്കൊന്ന് ചിന്താ വിഷയമായിട്ടെടുക്കാം. ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 12 അധ്യായത്തിൻ്റെ 1 വാക്യം മുതൽ നമുക്ക് വായിക്കാം. ഹെബ്രായർ ഹീബ്രൂസ് 12:1. ആകയാൽ നാമും സാക്ഷികളുടെ എത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അവിടെ തിരുവചനം പറയുന്നു, ദൈവജനത്തിൻ്റെ ഓട്ടത്തെ തടയുന്ന മറ്റൊരു കാര്യമാണ് 2 കാര്യങ്ങൾ. പെട്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. 1 മുറുകെ പറ്റുന്ന പാപം, 2 ഭാരം. അപ്പോൾ പാപം മുറുകെ പറ്റുന്നു. എവിടെയാണ് പാപം ഒരുവൻ്റെ ജീവിതത്തിൽ മുറുകെ പറ്റുന്നത്? പുറത്തുനിന്നല്ല, നമ്മുടെ ജഡശരീരത്തിൽ തന്നെ നിലനിൽക്കുന്ന ഒരു പാപത്തിൻ്റെ അനുഭവമുണ്ട്. ആമേൻ. അത് പാപത്തിൻ്റെതായ പ്രവൃത്തികളെ പറ്റി ഈ ഒരു വചനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് താഴോട്ട് പോകുമ്പോൾ കാണിക്കുന്നുണ്ട്. ജഡത്തിലുള്ള പാപം എന്താണെന്നുള്ളതിനെ പറ്റി ഞാൻ പ്രത്യേകിച്ച് ഒരുപാട് പറയണ്ട, എങ്കിലും നമുക്ക് അതെന്താണെന്നൊന്ന് വായിച്ചിട്ട് മുന്നോട്ട് പോകാം. ഗലാത്യർക്ക് ലേഖനത്തിൻ്റെ 5:19 ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വായിച്ചിട്ട് മുന്നോട്ട് പോകാം. അതിൻ്റെ 5:19 പലതരത്തിലുള്ള ജഡത്തിൽ വ്യാപരിക്കുന്ന പാപത്തിൻ്റെ ഒരു മനുഷ്യൻ ശരീരത്തിൽ ജീവിക്കുമ്പോൾ അവൻ്റെ ശരീരത്തിനുള്ളിൽ മുറുകെ പറ്റുന്ന പാപമുണ്ട്. ഈ ശരീരം വന്മയമായി ശരീരം വിൺമയമാകുന്ന കാലത്തോളം നമ്മുടെ ശരീരത്തിനുള്ളിൽ ഈ മുറുകെ പറ്റുന്ന പാപം വിട്ടുപോകത്തില്ല. അത് ശരീരത്തിനകത്ത് കാണും. പക്ഷേ അതിൻ്റെ മേൽ ജയമെടുക്കുവാനുള്ള സ്തോത്ര ആത്മശക്തിയും ദൈവകൃപയും ദൈവസഭയുടെ മേൽ പകർന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യം അത് നമ്മളെ ആ ജഡത്തിൽ കിടക്കുന്ന പാപത്തിൻ്റെതായ മോഹങ്ങൾ പാപത്തിൻ്റെതായ സ്വാധീന ബന്ധനത്തിലേക്ക് കൊണ്ടുപോകുന്നതായ ആ സ്വാധീനം ജഡത്തിൻ്റെ അകത്താണ്. വീണുപോയ മനുഷ്യൻ്റെ ശരീരത്തിൽ, ആദാമ്യ വർഗത്തിൻ്റെ ശരീരത്തിൽ കിടക്കുമ്പോൾ അതെന്താണെന്ന് അപ്പോസ്തലനായ പൗലോസ് ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. 5-ാം അധ്യായത്തിൽ തന്നെ നമുക്ക് സമയമുള്ളപ്പോൾ നിങ്ങൾ 5-ാം അധ്യായം വ്യക്തമായി വായിക്കുമ്പോൾ പറയപ്പെടാത്ത ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തുവാൻ ഇടയാകും. ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന,
ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. അപ്പോൾ അവിടെ പലതരത്തിലുള്ള സ്വഭാവങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എല്ലാ മനുഷ്യരുടെ മേലും കർത്തൃത്വം നടത്തുന്നുണ്ട്. പക്ഷേ ഈ ഒരു ശരീരത്തിൽ വ്യാപരിച്ചു നിൽക്കുന്ന ഈ ഒരു ബന്ധനം അല്ലെങ്കിൽ നുകം കൊണ്ടുവരുന്ന ആ പാപത്തിൻ്റെ സ്വഭാവത്തിൽ നിന്നും വിടുതൽ കൊടുക്കുവാൻ വേണ്ടിയാണ് യേശു നമ്മുടെ മേൽ തൻ്റെ പരിശുദ്ധ ആത്മാവിനെ അയച്ചത്. അപ്പോൾ എങ്കിലും ജഡം പലപ്പോഴും അതിന് സ്തോത്രം, അതിൻ്റെ ആ അധികാരത്തിന് കീഴിലേക്ക് ദൈവികമായിട്ടുള്ള ആ സ്തോത്രം ദൈവം തന്നിരിക്കുന്ന ആ കൃപയിൽ പലപ്പോഴും ദൈവജനത്തിന് നിൽക്കുവാൻ തക്കവണ്ണം ഇടയാകാതിരിക്കുമ്പോൾ അവിടെ ഒരു കാര്യം മനസ്സിലാകുന്നു. ദൈവജനത്തിൻ്റെ ജീവിതത്തിൽ നുകവും ബന്ധനവും കൊണ്ടിരുന്ന ഒരു മണ്ഡലമാണിത്. ഇതിൻ്റെ മേൽ നമുക്ക് ജയമെടുക്കുവാൻ കഴിയുന്നുവെങ്കിൽ നമ്മൾ സ്വതന്ത്രരായി തീരുകയാണ്. അപ്പോൾ പഴയ നിയമത്തിലേക്ക് നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് മോശയ്ക്ക് വാഗ്ദത്ത കാനാൻ ദേശത്ത് കടക്കുവാൻ സാധിക്കാതെ വണ്ണം ഇടയായതെന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം മോശയുടെ മേൽ വ്യാപരിച്ചൊരു കോപത്തിൻ്റെതായ ആത്മാവായിരുന്നു. അതേ ശത്രു അത് വ്യക്തമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഒരു ബലഹീനത തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ മോശയുടെ ജീവിതത്തിലേക്ക് അങ്ങനെ ഒരു സാഹചര്യം ഇട്ടു കൊടുക്കും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജഡശരീരത്തിൽ ഓരോ വ്യക്തിക്കും അവരുടേതായ ബലഹീനതകളുണ്ട്. അതൊരു പക്ഷേ കോപത്തിൻ്റെ ഒരു സ്തോത്രം ഒരു സ്വഭാവമായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഇട്ടുകൊടുത്തപ്പോൾ മോശ അതിലൊന്ന് വീണുപോയി. അതുകൊണ്ടാണ് നിങ്ങൾ ആ കെണിയിൽ പെട്ടുപോകരുത്. നിങ്ങളെ എവിടെയാണ് ശത്രുവിനെ കുരുക്കുവാൻ, കോർക്കുവാൻ, ബന്ധിക്കുവാൻ പക്ഷിയെ വേട്ടക്കാരൻ കെണിയിൽ കുരുക്കുന്നത് പോലെ ചില കുരുക്കുകളിട്ട്, ചില വലകളിട്ട് അതിനകത്ത് കെണിയിൽ കുരുക്കി വീണ്ടും ബന്ധനത്തിൽ കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്ന, അതേ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന, പിന്മാറ്റമില്ലെന്നും രക്ഷയിൽ കടന്നു വന്നാൽ പിന്നെ അത് ഓൾറെഡി ഗ്യാരണ്ടീഡ് ആണെന്നും പറയുന്ന ദുരുപദേശകന്മാരുണ്ട്. പക്ഷേ ഒരുവൻ വീണുപോയാൽ പിന്നെ അവനെ വീണ്ടും രക്ഷയിൽ കൊണ്ടുവരാൻ സാധിക്കത്തില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ അവിടെ പറയുകയാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ. അതേ അവിടെ പറഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. അവിടെ പറഞ്ഞിരിക്കുകയാണ് അശുദ്ധി, ദുർനടപ്പ്, ഇറ്റ് ഈസ് കോൾഡ് അഡൾട്ടറി. എന്തുകൊണ്ടാണ് ദാവീദ് വീണുപോയത്? ദാവീദിൻ്റെ ജഡത്തിൻ്റെ ഉള്ളിൽ പിതാമഹന്മാരായിട്ട് തന്നെ ഒരുപക്ഷേ സ്തോത്രം ആ ഒരു സ്വാധീന വലയം ഉണ്ടായിരുന്നു എനിക്കറിയില്ല, ഉണ്ടെന്ന് പറയുന്നവരുണ്ട്. പക്ഷെ അത് ശത്രു വ്യക്തമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ദാവീദിന് അങ്ങനെ ഒരു സാഹചര്യം ശത്രു ഇട്ട് ആ ദാവീദിനെ കെണിയിൽപ്പെടുത്തിയപ്പോൾ അവിടെ യേശുവിൻ്റെ രക്തം അവിടെ ദാവീദിന് വേണ്ടി ഇല്ലായിരുന്നു. പക്ഷെ വീണ് ദൈവസന്നിധിയിൽ തൻ്റെ ഹൃദയം തകർന്ന് സ്വന്തം തൻ്റെ തെറ്റിയ വന്നുപോയ അപജയത്തെ വിളിച്ചു പറഞ്ഞ ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ മേൽ ദൈവം വീണ്ടും പുനഃസ്ഥാപിക്കുന്ന അനുഭവമുണ്ട്. പക്ഷെ ചെയ്ത തെറ്റിന് സ്തോത്രം പിന്നീട് നിരന്തരമായി ദാവീദിനെ വേട്ടയാടുന്ന അതേ സ്തോത്രം അതിൻ്റെ ഫലങ്ങൾ, അതിൻ്റെ പ്രതിഫലനങ്ങൾ ദാവീദിൻ്റെ ജീവിതത്തിലേക്ക് ദാവീദിനെ വേട്ടയാടുന്ന അനുഭവങ്ങൾ നമുക്ക് പിന്നീട് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ശത്രു എപ്പോഴും ശ്രമിക്കുന്നത് യോസേഫിൻ്റെ മേലും ഇങ്ങനെ ഒരു വ്യാപാരം ശ്രമിച്ചതാണ്. പക്ഷേ യോസേഫ് അതിൻ്റെ മേൽ ജയമെടുക്കുവാൻ തക്കവണ്ണോടെയായി. ദ്വന്ദ്വപക്ഷം, ഹല്ലേലൂയ, ഭിന്നത, അസൂയായിരുന്നു ശൗലിൻ്റെ മേൽ വ്യാപരിച്ച ദുരാത്മാവ്. ആ ദുരാത്മാവിൻ്റെ മേൽ സ്തോത്രം ശൗലിന് ജയമെടുക്കുവാൻ കഴിയാതിരുന്നപ്പോൾ അതേ ശൗല് ലഭിച്ച അഭിഷേകത്തിൽ നിന്നും വിട്ടുമാറുവാൻ തക്കവണ്ണം ഇടയായി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യമാണ് മറ്റൊരു ബന്ധനം. അപ്പോൾ മറ്റൊന്ന് പറയുകയാണ്, മുറുകെ പറ്റുന്ന പാപവും ഭാരവും നിങ്ങൾ വിട്ടു. പലപ്പോഴും ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്തോത്രം ദൈവസന്നിധിയിൽ ആ ഹൃദയത്തിൽ മാറാത്ത ഏതെങ്കിലും ഒരു ഭാരവുമായി നടക്കുന്നുണ്ടെങ്കിൽ ഇന്ന് കർത്താവ് ആഗ്രഹിക്കുന്നില്ല പാപത്തിൽ ജീവിക്കുവാനല്ല. പാപത്തിന് നമ്മൾ ജഡത്തിൽ ജീവിക്കുമ്പോഴും സ്തോത്രം പാപത്തിൽ ജീവിക്കുവാനല്ല, പാപത്തിൻ്റെ മേൽ ജയമെടുക്കുവാൻ സ്തോത്രം കർത്താവ് ആഗ്രഹിക്കുമ്പോൾ അവിടെ മറ്റൊരു കാര്യം പറയുന്നത് സ്തോത്രം മറ്റൊരു ഭാരം, പലപ്പോഴും ഭാരം അനുഭവിക്കുന്നുണ്ട്. നിരന്തരമായ ഭാരം, മാനസികമായ ഭാരം. പലരും വിശ്വാസം വന്നിട്ട് എനിക്ക് ഭയങ്കര ഭാരമാണ്, എനിക്കൊരു സന്തോഷം കിട്ടുന്നില്ല, സമാധാനം കിട്ടുന്നില്ല. പക്ഷേ അത് യേശു ആഗ്രഹിക്കുന്നില്ല ഈ ഭാരത്തിൽ കഴിയുവാൻ. അതിൻ്റെ കാരണം പലപ്പോഴും അവിശ്വാസമാണ്.
നിരന്തരമായി വേട്ടയാടുന്ന ഒരു ഭയത്തിൻ്റെ അനുഭവത്തിൽ കഴിയുന്നവരുണ്ടെങ്കിൽ, വിശ്വാസ ജീവിതം പലപ്പോഴും ഭയത്തിൽ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്നത് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നാണ്. അതുകൊണ്ട് ഭയത്തെ പുറത്താക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവം പകർന്നിട്ടുണ്ട്. പലപ്പോഴും പ്രത്യാശയില്ലാത്തവരായി ജീവിക്കുന്നവരുണ്ട്. എനിക്കെന്തെങ്കിലും ശുഭഭാവി ഉണ്ടാകുമോ എന്ന് ചിന്തിച്ച് ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മേൽ കർത്താവിനെ യേശുവിനെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അതേ നിങ്ങൾക്ക് ശുഭമായ ഒരു ഭാവിയുണ്ട്. അവൻ നിരാശയിൽ കഴിയുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ചിലർ കംപ്ലൈനിങ് ദൈവജനം, അവൻ മരുഭൂമിയിൽ നടന്ന ദൈവജനം, അവൻ പിറുപിറുത്തുകൊണ്ടാണല്ലോ, അവൻ മത്സരിച്ചതുകൊണ്ടാണ് അവർ വീണുപോയത്. അതുകൊണ്ട് അതൊരുവർക്കൊരു ഭാരമായി തീർന്നു. അപ്പോൾ മുറുകെ പറ്റുന്ന പാപവും ഭാരവും അവൻ സ്തോത്രം ഭാരം വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ലല്ലോ. ഹല്ലേലൂയ. അപ്പോൾ ഒരു നിരാശയുടെ അനുഭവമല്ല, പ്രത്യാശയുടെ അനുഭവം. ഭാരപ്പെട്ടപ്പോഴും വിഷണ്ണ മനസ്സരായി കഴിയുവാൻ പരിശുദ്ധാത്മാവിന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ദുഃഖത്തിൻ്റെ അനുഭവത്തിൽ കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് ദുഃഖിച്ച് മനസ്സ് വ്യാകുലമായി, അന്നൊക്കെ എനിക്കിതൊക്കെ പറ്റി, എനിക്ക് നഷ്ടങ്ങൾ വന്നു, എനിക്ക് കഷ്ടങ്ങൾ വന്നല്ലോ എന്ന് ചിന്തിച്ച് അവൻ ദുഃഖിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങളൊരു കെണിയിൽ കിടക്കുകയാണ്. നമ്മളിന്ന് നുഖത്തിൻ്റെ കീഴിലാണ്. കഴിഞ്ഞതെല്ലാം പഴയതെല്ലാം കടന്നുപോയി. യേശു സകലതും പുതിയതാക്കി. Forget about your past. നിങ്ങൾ പിന്നാമ്പുറങ്ങളെ കാണുന്നവരല്ല ദൈവം. ഇനി ദൈവം ഒരുക്കിയിരിക്കുന്നത് നഷ്ടങ്ങൾ ലാഭമാക്കിക്കൊണ്ട്, ഇന്ന് വരെ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ചിലത്, ഒരു കണ്ണും കാണാത്തത്, ഒരു കാതും കേൾക്കാത്തത് തൻ്റെ ജനത്തിന് വേണ്ടി ഒരുക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ഒരുക്കിയത് ആരും കണ്ടില്ല. അത് ഓർക്കുമ്പോൾ ആമേൻ പറയുന്ന, ഇന്നത്തെ കഷ്ടങ്ങൾ എനിക്ക് നിസ്സാരമാണ്, എൻ്റെ നഷ്ടങ്ങൾ എനിക്ക് നിസ്സാരമാണ്, എന്നെ അനുഭവിച്ച നിന്ദകൾ എനിക്ക് നിസ്സാരമാണ്, എൻ്റെ വേദനകൾ നിസ്സാരമാണ്. സങ്കടദേശത്തിനെ വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ആമേൻ യോസേഫ് വിശ്വസിച്ചതുപോലെ ഈ ദിവസങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണോ? ദൈവം നിങ്ങളുടെ ജീവിതത്തിന് മേൽ പ്രവർത്തിക്കുന്ന ആമേൻ സമയങ്ങൾ മുമ്പിലുണ്ട്. പിന്നോട്ട് പോകുവാനല്ല. ഈ ദിവസങ്ങളിൽ ആമേൻ പിടിച്ചുകൊണ്ട് ഏതെങ്കിലും ആത്മീയ അവസ്ഥയിലായിരുന്നു, ആമേൻ ശക്തിയോടെ ദൈവത്തിൻ്റെ ആത്മാവിൽ ഈ ദിവസം കത്തിജ്വലിച്ചിരുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ തണുത്തുറഞ്ഞൊരു അനുഭവത്തിലേക്ക് പോയോ? ഈ ദിവസവും ഞാൻ സംസാരിക്കുമ്പോൾ ഒരു പരിശുദ്ധാത്മാവിനെ നിറവ് പകർന്ന് ഈ ദിവസങ്ങളിൽ ഒരു ബന്ധനത്തിൻ്റെ അനുഭവത്തിലേക്ക് ആമേൻ ഏതെങ്കിലും മൂലയിൽ ആമേൻ ഒതുങ്ങി കഴിയുവാനല്ല ദൈവം ഈ ദിവസങ്ങൾ വിളിച്ചിരിക്കുന്നത്. വീണ്ടും അടിമനുഖത്തിൽ കഴിയുവാനല്ല, ഉറക്കമില്ലാത്ത രാത്രികൾ കഴിച്ചു കൂട്ടുവാനല്ല, ഭാവി ഓർത്ത് ദുഃഖിച്ച് കരയാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. വിശ്വാസത്തിൻ്റെ വീരനും വിശ്വാസ നായകനും പൂർത്തിവരുത്തനുമായ യേശുവിനെ നോക്കി ഓടുവാൻ തയ്യാറാണോ? വിശ്വാസം കർത്താവ് ഈ ദിവസങ്ങൾ കുറഞ്ഞു പോകരുത്. കർത്താവ് കൂടെയുണ്ട്. നമുക്ക് വേണ്ടി ഒരു നല്ല ഓട്ടമോടി യേശു നമ്മുടെ കൂടെയുണ്ട്. ഈ ദിവസങ്ങൾ പൈശാചിക ബന്ധനങ്ങളിൽ ആമേൻ നമ്മളെ ദൈവം വിടുവിച്ചുവെങ്കിൽ, വീണ്ടും ആ പൈശാചിക ബന്ധനത്തിൻ്റെ നുഖത്തിൽ കഴിയുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നുഖത്തിൻ്റെ അമ്മിക്കയറുകളെ അഴിച്ചു കളയുവാൻ കഴിയുന്ന സർവശക്തനായ ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. യെസ്, ഹി ഈസ് ഏബിൾ ടു ഡെലിവർ യു. നമ്മളെ പൂർണ്ണമായിട്ടും വിടുവിക്കുവാൻ, പൂർണ്ണമായൊരു സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ. ഇരുട്ടിൻ്റെ വ്യാപാരങ്ങളിൽ നിന്ന് കർത്താവ് സ്തോത്രം, പാമ്പുകളുടെ മേൽ, തേളുകളുടെ മേൽ ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സഭയുടെ മേൽ പകർന്നുവെങ്കിൽ, സ്തോത്രം ഇന്നും പരിശുദ്ധാത്മാവിൽ സന്തോഷം അനുഭവിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് യേശുക്രിസ്തു വന്നത്. പരിശുദ്ധാത്മാവിനാൽ ശക്തിയാലും യേശുവിനെ അഭിഷേകം ചെയ്തതിൻ്റെ കാരണം എന്തായിരുന്നു? യേശു വന്നത് നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിക്കൊണ്ടും സഞ്ചരിച്ചതുമായ വിവരം സ്തോത്രം നിങ്ങൾക്കറിയാവുന്ന. അതുകൊണ്ട് ഒരു പൈശാചിക ബന്ധനത്തെയും ഭയപ്പെടേണ്ട. ഇനിയൊരു ആ ബന്ധനത്തിലേക്ക് കടന്നു പോകുവാനല്ല, പാപത്തിലേക്ക് കടന്നുപോയാൽ മകനെ നിന്നെ ബന്ധിച്ച ആ ഇരുട്ടിൻ്റെ വ്യാപാരത്തിൽ 7 പേരെ കൂടെ കൂട്ടിക്കൊണ്ട് നീ അതിലും വേഴ്സായി തീരുമെന്ന് യേശു പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തിരിക്കണം. അതുകൊണ്ട് ഈ ദിവസങ്ങൾ സ്വാതന്ത്ര്യത്തിലേക്കാണ് ക്രിസ്തു വിളിച്ചത്. സ്തോത്രം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആ പാപത്തെയും ഭാരത്തെയും വിട്ടുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭമായ ഒരു ഭാവി എൻ്റെ യേശു എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെന്ന് തിരിച്ചറിഞ്ഞ്, ദൈവം നല്ലവനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, ദൈവം വിശ്വസ്തനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, വൈശാചിക മണ്ഡലങ്ങളിൽ എനിക്ക് ജയമുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, ദൈവിക സത്യങ്ങളുടെ വെളിപ്പാടുകൾ കർത്താവേ എൻ്റെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ വിടുവിക്കുന്ന സമയമാണ്. ദൈവത്തിൻ്റെ വചനം നിങ്ങളെ സ്പർശിക്കുന്ന സമയങ്ങളാണ്. ശത്രു കെട്ടിയൻ ഇന്ന് അഴിക്കുന്ന സമയമാണ്. യേശു പറഞ്ഞ് നിങ്ങൾ അഴിച്ചാൽ സ്വർഗത്തിൽ അഴിക്കപ്പെടും, ഭൂമിയിൽ നിങ്ങൾ എന്തെല്ലാം കെട്ടിയാൽ സ്വർഗത്തിൽ കെട്ടപ്പെടുമെന്നുള്ള ദൈവിക വചനവും അധികാരവും യേശു ദൈവസഭയുടെ മേൽ പകർന്നതിൻ്റെ കാരണം ദൈവജനം സ്വാതന്ത്ര്യം പ്രാപിക്കണം, പൈശാചിക മണ്ഡലങ്ങൾ കീഴടങ്ങി മാറണം. ഹല്ലേലൂയ. ദൈവജനം അനുഗ്രഹം പ്രാപിക്കണമെന്നുള്ള ദൈവിക പദ്ധതിയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് നമ്മളെ വിടുവിക്കുവാൻ വേണ്ടി ദൈവം
കർത്താവ് കാൽവയുടെ ക്രൂശിൽ ചെയ്യാവുന്നത് മുഴുവൻ ചെയ്തു കഴിഞ്ഞു. ഇനിയും ബന്ധനത്തിൽ കഴിയുവാനാണ് തീരുമാനമെങ്കിൽ ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. പക്ഷേ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു തീരുമാനമെടുക്കാൻ തയ്യാറാണോ? ഞാൻ ഈ ബന്ധനത്തിൽ നിന്നും ഈ നുകത്തിൽ നിന്നും അധികം നാൾ ഈ നുകം എന്നെ പിടിച്ചു വെക്കുവാൻ ദൈവത്തിൻ്റെ പദ്ധതി അതെന്നെ സാധിക്കത്തില്ല. ദൈവം എനിക്ക് അതിനുള്ള അധികാരം പകർന്നിട്ടുണ്ട്. ദൈവം അതിൻ്റെ മേൽ സ്തോത്രം ഈ ദിവസങ്ങളിൽ വഴി ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ക്രൂശിലൊരു വഴിയായി തീർന്ന യേശു ഒരുക്കിയ വഴി ഈ ദിവസങ്ങളിൽ വിശാലതകളിലേക്കുള്ള വഴിയാണ്. ആ വഴി ഈ ദിവസങ്ങളിൽ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴിയാണ്. ഹല്ലേലൂയ, സ്തോത്രം. പുത്ര സ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ്. അപ്പ എന്ന് വിളിക്കുവാൻ അധികാരത്തെയാണ് ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. പുത്രനെങ്കിൽ ഈ ദിവസം അവകാശികളുമാണ്. അതേ പുത്രന്മാരുടെ മേൽ ജയമെടുക്കുവാൻ പൈശാചികമുള്ളത് സാധിക്കത്തില്ല. അതേ സ്തോത്രം. ദൈവമക്കളെന്ന അധികാരത്തിലേക്ക് വന്നുവെങ്കിൽ ഞാൻ സ്വതന്ത്രനാണ്, ഞാൻ സ്വതന്ത്രയാണെന്ന് എത്ര പേർ വിളിച്ചറിയും. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, മേലെയുള്ള യെരൂശലേമോ അവൾ സ്വതന്ത്രയാണ്. ഇന്ന് ജീവിക്കുന്ന യെരൂശലേമിനെ കാണിക്കുമ്പോൾ അവൾ ഹാഗാറിന്റെ മക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവസഭ സിയോൻ പ്രമാണികളായിരിക്കുന്ന പുതിയ യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുന്ന, പുതിയ സിയോനിലേക്ക്, പുത്തൻ സിയോനിലേക്ക് യാത്ര ചെയ്യുന്ന, സ്വർഗീയ സിയോനിലേക്ക് യാത്ര ചെയ്യുന്ന ദൈവസഭയാണ് യഥാർത്ഥ ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിച്ചു പറയുമ്പോൾ. അതേ ഹാഗാറിന്റെ മക്കൾ ബന്ധനത്തിലായിരുന്നെങ്കിൽ അതേ സ്തോത്രം മുകളിൽ നിന്നുള്ള യെരൂശലേം അതേ അതാണ് സാറായിയുടെ മക്കൾ. അങ്ങനെ ആയിരിക്കുന്നവരുണ്ടെങ്കിൽ വിശ്വാസം പറയണം, എന്നെ ബന്ധിക്കാനല്ല, യെരൂശലേം ഇപ്പോൾ ആയിരിക്കുന്ന യെരൂശലേമിൽ ബന്ധനത്തിൽ കിടക്കുമ്പോൾ എന്നെ സ്വതന്ത്രനാക്കുന്നൊരു ക്രിസ്തുവുണ്ട്. ആ ക്രിസ്തുവായിരിക്കുന്ന പാറമേലാണ് ദൈവം എന്നെ പണിതിരിക്കുന്നതെങ്കിൽ അതേ ഞാൻ സ്വതന്ത്രനായി തീരുകയാണ്. യേശുവിന്റെ നാമത്തിൽ സ്വാതന്ത്ര്യം ഏറ്റെടുക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വിശ്വാസത്തോടെ നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിപ്പറ, ഞാൻ സ്വതന്ത്രനാണ്. പൈശാചിക മണ്ഡലങ്ങൾക്ക് എന്നെ കീഴടക്കാൻ സാധിക്കത്തില്ല. പാപത്തിൻ്റെതായ ബന്ധനത്തിൽ എന്നെ പിടിച്ചെടുക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അന്യാരാധന പോരുകൾക്ക് എന്നെ മേൽ ജയമെടുക്കുവാൻ കഴിയത്തില്ല. പാരമ്പര്യ ശക്തികൾക്ക് എൻ്റെ മേൽ ജയമെടുക്കുവാൻ കഴിയത്തില്ല. ഇരുളിൻ്റെ വ്യാപാരങ്ങൾക്ക് എൻ്റെ മേൽ ജയമെടുക്കുവാൻ കഴിയത്തില്ല. ഞാൻ സ്വതന്ത്രയാണ്, ഞാൻ സ്വതന്ത്രയായവളാണ്. അങ്ങനെയാണെങ്കിൽ എന്നെ പിടിച്ചെടുക്കാൻ സാധിക്കത്തില്ല. ഞാൻ അതിനെ പിടിച്ചെടുക്കും. സർപ്പങ്ങളെ നിങ്ങൾ പിടിച്ചെടുക്കും. ഹല്ലേലൂയ. മാരകമായി എന്ത് കുടിച്ചാലും ഒരു ഹാനി മക്കളെ നിങ്ങൾക്ക് വരത്തില്ലെന്ന് പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ അതേ കയ്യിലിരുന്ന് പിടിച്ച് അതെ കടിച്ചു തൂങ്ങിയ അണലിയെ അതെ അഗ്നി അതെ തീയിലേക്ക് വലിച്ച് കുടഞ്ഞു കളഞ്ഞൊരു പൗലോസ് അപ്പോസ്തലൻ സ്തോത്രം അത് കടിച്ചിട്ടും അദ്ദേഹത്തിന് വാക്തത്വം കിടക്കുന്നത് കൊണ്ട് ഏറ്റവും മാരകമായ വിഷാംശം ശരീരത്തിൽ വ്യാപരിച്ചിട്ടും ശരീരത്തെ മരണത്തെ തൊടുവാൻ തക്കമടയാകാതെ സൂക്ഷിക്കാൻ കഴിയുന്ന, സ്വതന്ത്രരാക്കുന്ന അധികാരം കൊടുക്കുന്ന യേശു ഉണ്ടെങ്കിൽ പറഞ്ഞ വാക്യം ഇന്നും അക്ഷരാർത്ഥത്തിൽ സത്യമാണ്. ഒരു വിഷാംശവും ഒരു അകത്ത് കിടക്കുന്ന ഒരു കൈവശവും യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കത്തില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ദൈവിക സ്വാതന്ത്ര്യം കർത്താവിൻ്റെ നാമത്തിൽ വെളിപ്പെടുകയാണ്. വിശ്വാസം. നിങ്ങൾക്ക് ബന്ധനമുണ്ട്, എനിക്ക് നുഖമുണ്ടെന്ന് തോന്നുന്ന ഒരു മണ്ഡലമുണ്ടെങ്കിൽ അവിടെ തൊട്ടിട്ട് പറയണം, ഞാൻ സ്വതന്ത്രനാണ്. യേശുവിൻ്റെ രക്തത്താൽ ഞാൻ വീണ്ടെടുക്കപ്പെട്ടവനാണ്, ഞാൻ വീണ്ടെടുക്കപ്പെട്ടവളാണ്. ആ ബന്ധനത്തെ എൻ്റെ മേൽ ജയമെടുക്കാൻ കഴിയത്തില്ല. എന്തെല്ലാം നിങ്ങളെ സ്വാതന്ത്ര്യത്തിൽ നിന്ന് അകറ്റുന്നു, എന്തെല്ലാം നിങ്ങളെ ദൈവിക സമാധാനത്തിനും സന്തോഷത്തിൽ നിങ്ങളെ മാറ്റുന്നുവോ അതെല്ലാം ബന്ധനവും നുഖങ്ങളുമാണ്. യേശു വന്നിരിക്കുന്നത് സ്വാതന്ത്ര്യം നൽകുവാനാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പുസ്തകത്തിനകത്ത് സ്വർഗീയ ഇടങ്ങളിൽ ഇരുളില്ല, അവിടെ വെളിച്ചം മാത്രമേ ഉള്ളൂ. സ്തോത്രം. അവിടെ ഇരുട്ട് ലേശമില്ല. അവിടെ അത്ഭുത പ്രകാശത്തിലേക്കാണ് ദൈവം വിളിച്ചതെങ്കിൽ ഇരുട്ടിന് എൻ്റെ മേൽ ജയമെടുക്കുവാൻ സാധിക്കത്തില്ല. ഞാൻ വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്, ഇരുളുമായി എനിക്ക് ബന്ധമില്ല. അത് ബന്ധനമാണെന്ന് വിശ്വസിക്കുന്നവർ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറ, യേശുവിൻ്റെ നാമത്തിൽ ബന്ധനത്തെ തകർക്കാൻ കഴിയുന്ന ഒരു ദൈവശക്തി ഇന്ന് എൻ്റെ മേൽ വ്യാപരിക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കത്. ഏത് ബന്ധനത്തെയും തകർക്കുവാൻ, ഏത് ദുഷ്ടശക്തിയെയും തകർക്കുവാൻ, ഏത് ആഭിചാരത്തിൻ്റെ ബന്ധനത്തെയും തകർക്കുവാൻ കഴിയുന്ന ഒരു ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 10:29 ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്, അന്നാളിൽ ചുമട് നിന്റെ തോളിൽ നിന്നും നുകം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. ഹല്ലേലൂയ. അപ്പോൾ എവിടെ നിന്ന് നീങ്ങിപ്പോകും? ചുമട് നിന്റെ തോളിൽ നിന്നും നുകം നിന്റെ തോളിൽ നിന്നും അതിൻ്റെ നുകം നിന്റെ ചുമട് നിന്റെ തോളിൽ നിന്നും നുകം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. അതെങ്ങനെ നീങ്ങിപ്പോകും? അത് നീങ്ങിപ്പോകുന്നത്, നുകം തകരുന്നത് പുഷ്ടി നിമിത്തം. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ബിക്കോസ് ഓഫ് ദി അനോയിന്റിങ് ഓയിൽ. ദൈവത്തിൻ്റെ അഭിഷേകം നിമിത്തം നിന്റെ ആ നുകം തകർന്നു പോകും.
അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ യേശു സ്വന്തം രക്തം കൊടുത്ത് വാങ്ങിച്ച് ഫ്രീ ആയിട്ട് കേൾക്കുന്ന എൻ്റെയും നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിന് മേൽ ദൈവം പകർന്നതിൻ്റെ കാരണങ്ങൾ പലതാണ്. പക്ഷെ അതിൻ്റെ ഒരു പ്രധാന കാരണം ബന്ധനത്തിൽ കിടക്കുന്നവരെ വിടുവിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് യേശു വന്നപ്പോൾ യേശു തന്നെ പറയുകയാണ്, എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. യഹോവ യേശുവിനെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. യഹോവ നിങ്ങളെ അഭിഷേകം ചെയ്യുന്നുണ്ടെങ്കിൽ, അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, അഭിഷേകം അധികാരത്തിന്റെ പകർച്ചയാണ്. അഭിഷേകം പ്രത്യേക ദൗത്യങ്ങൾക്ക് വേണ്ടി ദൈവം തന്നെ ജനത്തിന് മേൽ അയക്കുന്ന ഒരു ദൈവിക സവിശേഷതയാണ്. അത് ഈ ദിവസങ്ങളിൽ ദൈവജനത്തിന്റെ മേൽ കർത്താവിൽ വിശ്വസിക്കുന്ന സകലരെയും അഭിഷേകം ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആ അഭിഷേകം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓപ്പറേഷണൽ, ഇറ്റ് ഈസ് മൂവിങ്, ഇറ്റ് ക്യാൻ സെറ്റ് യു ഫ്രീ. ഹല്ലേലൂയ. സകല ശക്തി അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്താണെന്ന് തിരിച്ചറിയുവാൻ ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും ആ ദൈവശക്തിക്കകത്ത് അടങ്ങി കിടപ്പുണ്ടെന്ന് പത്രോസ് അപ്പോസ്തലൻ വിളിച്ചു പറയുമ്പോൾ ഇന്ന് വിടുതൽ കാണിക്കുവാൻ ഒന്നും ചെയ്യേണ്ട, യേശുവിൽ വിശ്വസിക്കുക. നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അഭിഷേകം ലഭിച്ചവരുണ്ട്. ഇന്ന് അഭിഷേകത്തിന്റെ ഒരു തണുപ്പ് അനുഭവത്തിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ ദൈവിക അഭിഷേകത്തിലേക്ക് ഒരു പുതിയ എണ്ണയെ തേപ്പിക്കാൻ പരിശുദ്ധാത്മാവ് കടന്നു വന്നിട്ടുണ്ട്. ചിലരെ ഇന്ന് ഞാൻ സംസാരിക്കുമ്പോൾ ചിലരുടെ തലമേൽ ഒരു പുതിയ അഭിഷേകത്തെ പരിശുദ്ധാത്മാവ് പകരുകയാണ്. നിങ്ങൾക്കൊരു അഭിഷേകമാണെങ്കിൽ, ഒരു അഭിഷേകത്തിനും അടുത്തില്ലെങ്കിൽ നിങ്ങളുടെ കരം വെച്ച് തലയെ വെച്ചിട്ട് പറ, കർത്താവ് എനിക്കൊരു പുതിയ അഭിഷേകം പറയണം. ആ ബന്ധനം യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്തെ പ്രാർത്ഥിക്കുന്നെങ്കിൽ കർത്താവിന്റെ കരം നിങ്ങളുടെ മേൽ ചലിക്കാൻ പോവുകയാണ്. ദുഷ്ടന്റെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിയാൻ പോവുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ദൈവം നിങ്ങളെ സ്വതന്ത്രരാക്കി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ക്രിസ്തു വിളിച്ചിരിക്കുന്നെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിലേക്ക് ഈ ദിവസങ്ങളിൽ വിട്ട് നടന്നു പോകുവാൻ, സ്വതന്ത്രമായി വിട്ടുമാറുവാൻ, ചങ്ങലകൾ അഴിഞ്ഞവരായി പൗലോസും ശീലാസും ദൈവത്തെ ആരാധിച്ചപ്പോൾ ശത്രു വിചാരിച്ചു ബന്ധിക്കാമെന്ന് വിചാരിച്ച മണ്ഡലങ്ങളിൽ ശക്തമായി ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ ഹല്ലേലൂയ, ലോകം കെട്ടിയ കെട്ട്, പിശാച് കെട്ടിയ കെട്ട് യേശുവിന്റെ നാമത്തിൽ അഴിയാൻ തുടങ്ങി. ആരും അഴിച്ചതല്ല, സ്വർഗം അഴിച്ചതാ. സ്തോത്രം. അതുകൊണ്ട് ആരാധനയ്ക്ക് കുറവ് വരരുത്. ആരാധന ഈ ദിവസങ്ങൾ വർദ്ധിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. ഉപവാസത്തിൽ ഒരു വിടുതലുണ്ട് കേട്ടോ. അതുകൊണ്ട് യെശയ്യാ പ്രവാചകൻ നമുക്ക് ചില സമയങ്ങൾ, അധികം സമയം നമ്മുടെ മുമ്പില്ലാത്തതുകൊണ്ട് ചില വാക്യങ്ങൾ നമുക്ക് വായിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിന്റെ 58-ാം അധ്യായത്തിന്റെ താളുകൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. 58-ാം അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവജനം വിളിച്ചപേക്ഷിക്കുകയാണ്, കർത്താവേ ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറയുകയാണ്, നിങ്ങൾ ഉപവസിക്കുന്നു, നിങ്ങൾ ഒരു വർഷം ഉപവസിച്ചു, നിങ്ങൾ പ്രാർത്ഥിച്ചു, പക്ഷെ ഇതുവരെ നിങ്ങൾ ഉപവസിച്ചിട്ടില്ല, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ദിവസങ്ങളിലും ചില ബന്ധനങ്ങൾ അഴിഞ്ഞു പോയിട്ടില്ലേ? കർത്താവിന്റെ വചനത്തിൽ പറയുകയാണ്. സ്തോത്രം. അതിന്റെ 6-ാം വാക്യമുണ്ടെങ്കിൽ വായിക്കാം. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിന്റെ അമ്മിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. അതെ, ദൈവത്തിന് ഇഷ്ടമുള്ള ഉപവാസം. എന്തിനാണ് ഉപവസിക്കുന്നത്? കല്യാണം കഴിക്കാൻ നല്ലതാണ് ഉപവാസം. അതൊക്കെ വിടുതലുകൾ നടക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ജോലി കിട്ടാൻ ഉപവസിക്കുന്നവരുണ്ട്. സ്തോത്രം. ദൈവം വഴികൾ തുറക്കും, ഭാരപ്പെടേണ്ട. സ്തോത്രം. ഉപവസിച്ചാലും ഇല്ലെങ്കിലും കർത്താവ് എനിക്ക് വേണ്ടി വഴി തുറക്കും. പക്ഷെ ബന്ധനം തകരണമോ? ഉപവസിക്കണം. സ്തോത്രം. ബന്ധനം തകരണമോ? ഉപവസിച്ച് പ്രാർത്ഥിക്കണം. സ്തോത്രം. കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അന്യായ ബന്ധനങ്ങൾ. എന്തിനാണ് ഉപവാസം? അന്യായ ബന്ധനങ്ങളെ അഴിക്കുവാൻ വേണ്ടിയാണ്. ആരും അഴിക്കേണ്ട? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. യേശു ഉപവസിക്കുകയാണ്. എപ്പോഴാണ്? അഭിഷേകം വ്യാപരിച്ചതിന് ശേഷമാണ് യേശു ഉപവസിക്കാൻ തുടങ്ങുന്നത്. യേശുവിൻ്റെ ജഡശരീരത്തിനുള്ളിൽ പാപത്തിൻ്റെതായ ഒരു മണ്ഡലം ഉണ്ടായത് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് കടന്നു വരാൻ വേണ്ടി ശത്രു ഒരുക്കിയൊരു തന്ത്രമായിരുന്നു. 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം 3 മണ്ഡലങ്ങൾ വീണ്ടും പരീക്ഷകൾ കൊണ്ടുവന്നത്. പക്ഷേ യേശുക്രിസ്തു ആ പരീക്ഷകൾക്കൊന്നും കീഴ്പ്പെടുവാൻ തയ്യാറായില്ല. അപ്പോൾ ഈ ജഡശരീരത്തിനുള്ളിൽ വ്യാപരിക്കുന്ന സ്തോത്രം പാപത്തിൻ്റെ സ്വാധീന വലയങ്ങൾ എന്താണെന്ന്
19 വാക്യത്തിൽ നമ്മൾ വായിച്ചു. എന്നാൽ ഈ മണ്ഡലത്തിന്റെ മേൽ ജയമെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി കാണിക്കുന്ന ഒരു ഭാഗമുണ്ട്. അത് റോമർക്ക് ലേഖനം 8-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ. അതേ പാപത്തിന്റെ സ്വാധീന വലയത്തിൽ നിന്നും ആർക്കും മോചനമില്ല എന്ന് ഞാൻ വ്യക്തമായി തിരുവചനത്തിൽ പറയുകയാണ്. ഈ താണ ശരീരത്തിൽ ജീവിക്കുന്ന എത്ര വലിയ ഉന്നതനാണെങ്കിലും, എത്ര വലിയ ശ്രേഷ്ഠനാണെങ്കിലും, എത്ര വലിയ മതപണ്ഡിതനാണെങ്കിലും, എത്ര വലിയ അഭിഷക്തനാണ് നിങ്ങൾ പറഞ്ഞാലും, അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണെന്ന് പറഞ്ഞാലും, ഈ ജഡശരീരത്തിനുള്ളിൽ വ്യാപരിക്കുന്ന ആമേൻ സ്തോത്രം ഈ പാപത്തിന്റെ സ്വാധീന ബന്ധനത്തിൽ നിന്നും ആമേൻ വിടുതൽ പ്രാപിക്കണമെങ്കിൽ ഒരൊറ്റ കാര്യമാണ് തിരുവചനം പറയുന്നത്. റോമർക്ക് ലേഖനം 8-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ. നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. അതേ, ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ മേൽ ജയമെടുക്കണമെങ്കിൽ, ഒരു സ്വാതന്ത്ര്യം വരുത്തണമെങ്കിൽ, അതെ നമ്മൾ എത്ര എന്തെല്ലാം ചെയ്താലും ആമേൻ അത് നമ്മളെ വിട്ട് മാറുവാൻ തക്കവണ്ണം ഇടയാകത്തില്ല. കാരണം നമ്മുടെ കുഴിക്കകത്തോ നമ്മളെ കൊണ്ടിടുന്നു, അല്ലെങ്കിൽ കഥ വരുമ്പോൾ എടുക്കപ്പെടുന്നു, അതുവരേക്കും അത് ജഡ ശരീരത്തിൽ കാണും. പക്ഷേ ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രമേ ജഡത്തിന്റെ മേൽ നമുക്ക് സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുവാൻ തക്ക ഇടയാകുള്ളൂ. മോശയ്ക്ക് അത് മനസ്സിലായില്ല. പുതിയ നിയമസഭയിലുള്ള പലർക്കും അത് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ പറയുന്നതാണ്, സ്തോത്രം, ഇന്നൊരു തീരുമാനം എടുക്കാൻ കഴിയുമോ? കർത്താവേ, എനിക്ക് പാപത്തോട്, എബ്രായർക്കാർക്ക് ലേഖനം 12:4 അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. അതുകൊണ്ട് പാപത്തിന്റെ സ്വഭാവത്തെ ആദ്യം വെറുത്തുകൊണ്ട് സ്തോത്രം അതിനെ ഉപേക്ഷിക്കുവാൻ ഒരു മനസ്സ് വയ്ക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ തുടങ്ങുകയാണ്. 2, ദൈവിക അഭിഷേകം ലഭിക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഈ വചനം സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മേലൊരു ദൈവിക ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തി, ഒരു പുതിയ അഭിഷേകം ആമേൻ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ ഏത് മണ്ഡലത്തിലും പിടിക്കപ്പെട്ട് കുടുങ്ങി ബന്ധനത്തിൽ കഴിയുകയാണെങ്കിലും ആ ശക്തി നിങ്ങളുടെ മേൽ വെളിപ്പെട്ടാൽ, അവൻ ശൗലിന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവൻ ആള് മാറിയവനെ പോലെയായി തീർന്ന് പ്രവചിക്കാൻ തുടങ്ങിയെന്നാണ് തിരുവചനം പറഞ്ഞിരിക്കുന്നത്. ദൈവസഭയുടെ മേൽ, അപ്പോസ്തലന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് താണിറങ്ങി അവരുടെ മേൽ വന്നപ്പോൾ അവർ അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഒരു പൗലോസ് അപ്പോസ്തലന്റെ മേൽ പരിശുദ്ധാത്മാവ് അനന്യാസ് കരം വെച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മീയ കണ്ണിനെ പരിശുദ്ധാത്മാവ് തുറന്നു. അദ്ദേഹത്തിന്റെ കണ്ണിൽ അവൻ പുറമേയുള്ള കണ്ണും തുറന്നു, അകമേയുള്ള കണ്ണും തുറന്നു. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു രോഗസൗഖ്യമുണ്ട്, ശാരീരികമായൊരു സൗഖ്യമുണ്ട്, ആത്മീയമായൊരു വിടുതലുമുണ്ട്. ഇന്ന് ആത്മീയ കണ്ണുകൾ തുറക്കണമോ? പിശാച്, ഈ ലോകത്തിന്റെ പ്രഭുവായവൻ, പാരമ്പര്യത്തിന്റെ കെട്ടിൽ ചിലരെ പിടിച്ചു വെച്ചിരിക്കുന്നതിന് കാരണം മറ്റൊന്നുമല്ല, ലോകത്തിന്റെ പ്രഭുവായവൻ ഇവരുടെ കണ്ണുകളെ അടച്ചു കളഞ്ഞിരിക്കുകയാണ്. ഇന്ന് ആ പാരമ്പര്യത്തിൻ്റെതായ പാരമ്പര്യം എന്താണ്? സ്തോത്രം, ചൊല്ലിയത് വീണ്ടും വീണ്ടും ചൊല്ലുക. എന്താണ് ചെയ്യുന്നറിയില്ല, പക്ഷേ അതിൽ അഭിമാനിക്കുന്നവരുണ്ട്. സ്തോത്രം. അതെ, ഇവൻ ഈ പുതിയ നിയമസഭ എന്ന് പറയുന്ന പെന്തക്കോസ്ത് സഭ എന്ന് പറയപ്പെടുന്ന സഭകളിൽ ഇന്നും ഒരു പാരമ്പര്യത്തിൻ്റെതായ അനുഭവത്തിലേക്ക് ആമേൻ കടന്നു പോകുവാൻ തക്കവണ്ണം ദുഷ്ടനിടയാക്കുന്ന ഒരു സാഹചര്യം ഇന്നും ഉണ്ട്. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ ചടങ്ങുകളായി മാറുന്നു. ആരാധനകൾ ചടങ്ങുകളായി മാറുന്നു. എന്തിനാണ് ആരാധിക്കുന്ന അറിയത്തില്ല, എന്തിനാണ് സ്വർണവും മാല ഊരിയെന്നറിയത്തില്ല. സ്തോത്രം, എല്ലാം ഒരു ചടങ്ങായി മാറുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം വീണ്ടും പാരമ്പര്യത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ് എന്ന് പറഞ്ഞ യേശു പറയുന്നത്, നമ്മൾ ആ പാരമ്പര്യത്തിൻ്റെതായ ബന്ധനത്തിലേക്ക് വീണ്ടും കടന്നു പോകുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് അതിനകത്ത് നിന്ന് പുറത്തു വരുവാൻ വേണ്ടിയാണ്. സ്തോത്രം. അപ്പോൾ തന്നെ ആമേൻ, അപ്പോസ്തലനായ പൗലോസ് ഏറ്റവും വലിയ പാരമ്പര്യവാദിയായിരുന്നു. ഇന്ന് ലോകത്തിൽ ജീവിക്കുന്ന ദൈവജനത്തിന്റെ അല്ലെങ്കിൽ മാനവജാതിക്ക് പുറത്തു വരുവാൻ കഴിയാത്ത ഏറ്റവും ശക്തമേറിയ ഒരു നുകം എന്ന് പറഞ്ഞ പാരമ്പര്യത്തിൻ്റെ നുകമാണ്. സ്തോത്രം. അതിനുശേഷമേ ഉള്ളൂ ഏത്? മാമോന്റെ നുകം.
കർത്താവിനെ. അതുകൊണ്ട് ഈ പൗലോസ് അപ്പോസ്തലനെ ഏറ്റവും വലിയ നുകത്തിന്റെ ബന്ധനത്തിന് കീഴിൽ ദൈവം പുറത്തു കൊണ്ടുവന്നത്. ഇദ്ദേഹം പറയുകയാണ്, അവിടെ ഫിലിപ്പിയർക്ക് ലേഖനത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ ഹെബ്രായനായിരുന്നു, ഹെബ്രായിൽ ജനിച്ച ഹെബ്രായൻ എന്ന് പറഞ്ഞ അദ്ദേഹം പല കാര്യങ്ങൾ അദ്ദേഹത്തെ പറ്റി 5 ഫിലിപ്പിയർക്ക് ലേഖനത്തിൽ അതിൻ്റെ 3-5-6 വാക്യങ്ങൾ അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വാക്കുകൾക്ക് വിരാമമിടുവാൻ ആഗ്രഹിക്കുകയാണ്. അത് 8-ാം നാളിൽ എത്ര വലിയ പാരമ്പര്യമാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ പാരമ്പര്യം എന്താണെന്ന് എനിക്ക് പറയാൻ ഉള്ള സമയങ്ങളില്ല, അതുകൊണ്ട് ചിലർക്കും അറിയത്തില്ല എന്താണ് പാരമ്പര്യത്തിന്റെ ശക്തി. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ, എങ്കിലും എനിക്ക് ലാഭമായതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിയിരിക്കുന്നു. അതെ, ക്രിസ്തുവിന്റെ വെളിപ്പാട് എങ്ങനെ ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ ഒരു മാനുഷിക കരം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അദ്ദേഹത്തിന്റെ ശരീരത്തിലെ ആത്മീയ മനുഷ്യനിലേക്ക് കടന്നു വന്നപ്പോൾ ഒരു പുതിയ മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുകയാണ്. ഒരു പുതിയ കണ്ണ് ദൈവം കൊടുത്തു. ആത്മീയ കണ്ണിനെ ദൈവം തുറക്കുവാൻ തക്കവണ്ണയായി അവിടുന്ന് കിട്ടിയ ദൈവിക വെളിപ്പാടുകൾ അന്ന് വരെ എല്ലാം പെർഫെക്റ്റ് ആണെന്ന് ചിന്തിച്ച വ്യക്തി ജീവിതത്തിന്റെ മേൽ ആമേൻ ആ ഒരു ദൈവിക സ്വാതന്ത്ര്യം ദൈവം കൊടുത്തു കഴിഞ്ഞപ്പോൾ അനേകരെ സ്വതന്ത്രരാക്കിയ ഒരു വ്യക്തിയാക്കി അപ്പോസ്തലനായ പൗലോസിനെ ദൈവം മാറ്റിയെങ്കിൽ ആ വചനമാണ് ഇന്നും എന്നെയും നിങ്ങളെയും അവൻ ബന്ധനത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ തക്കവണ്ണം ദൈവം ശക്തമായി കരങ്ങൾ ഉപയോഗിച്ചെന്ന് മറന്നുപോയതാണ്. കപടഭക്തിക്കാരെ, നിങ്ങളെക്കുറിച്ച് യേശയ്യാ ഈ ജനം മധുരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നെങ്കിലും അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വിട്ടകന്നിരിക്കുന്നു. അത് ജൽപ്പനങ്ങൾ കാമൻ തുടങ്ങി ജൽപ്പനങ്ങളായി വർഷങ്ങളായി പാമൻ പ്രാർത്ഥിക്കുന്ന അതേ പ്രാർത്ഥനകൾ ചൊല്ലി ഒരു തരം ആമേൻ സ്തോത്രം ബന്ധനത്തിലേക്ക് വീണ്ടുമായി പോയി ഒരു സ്വയം നീതിയിലേക്ക് ആയിത്തീരുന്ന ഏതെങ്കിലും അനുഭവത്തിൽ കഴിയുവാനല്ല കർത്താവിനെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ആമേൻ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരുടെ ആത്മീയ കണ്ണുകളെ തുറക്കുവാൻ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങളുടെ മേൽ പകരപ്പെടുവാൻ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ നമ്മുടെ മേൽ പകരപ്പെടുവാൻ, ആരെങ്കിലും ആത്മീയമായിട്ടുള്ള സ്തോത്രം ഏതെങ്കിലും അനുഭവത്തിൽ യഥാർത്ഥത്തിൽ ആത്മീയത ഉണ്ടായിരുന്ന എൻ്റെ ജീവിതത്തിൽ, പക്ഷേ ഇന്ന് എൻ്റെ കണ്ണുകൾ കുരുടായിരിക്കുകയാണ്, എനിക്ക് പുറത്തു വരാൻ സാധിക്കുന്നില്ല, എനിക്കൊരു ശക്തി ആവശ്യമുണ്ട്, എനിക്കൊരു സ്വാതന്ത്ര്യം ആവശ്യമുണ്ട്, എനിക്കൊരു അഭിഷേകം ആവശ്യമുണ്ട്, എനിക്കൊരു വിടുതൽ ആവശ്യമുണ്ട്, സ്തോത്രം എനിക്കൊരു സന്തോഷം ആവശ്യമുണ്ട്, എനിക്ക് ജീവിതത്തെ സമാധാനം അനുഭവിക്കാൻ കഴിയുന്നില്ല, എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. അതേ സ്തോത്രം ഈ ദിവസങ്ങളിലും അവിശ്വാസത്തിൻ്റെ ആത്മാവിനിൽ വ്യാപരിക്കുന്നു. ഞാൻ ഭയത്തിൻ്റെ അനുഭവത്തിൽ കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, തിമോഥെയോസിനോട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ നിന്റെ കൈവെപ്പിനാൽ നിന്റെ മേൽ പകരപ്പെട്ട പരിശുദ്ധാത്മാവിനെ നീ ഉജ്ജ്വലിപ്പിക്കാൻ തയ്യാറാണോ? ദൈവം ഇതാ പ്രവർത്തിക്കാൻ പോവുകയാണ്. God is going to work through your life. God wants to release you right now. ഒരു നിമിഷം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞാൻ സംസാരിക്കുമ്പോൾ അതേ സ്തോത്രം കർത്താവ് തരുന്ന ആനുഗം, കർത്താവ് പറയുന്ന എൻ്റെ അനുഗം അത് വഹിക്കുവാൻ എളുപ്പമുള്ളതാണ്. നമ്മുടെ ഇന്ന് കർത്താവിലേക്ക് പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഒരിക്കൽ സ്തോത്രം ഏതെങ്കിലും രോഗത്തിന്റെ ബന്ധനത്തിൽ തലമുറയായി കിടക്കുന്ന ഒരു ബന്ധനത്തിൽ, രോഗത്തിൻ്റെതായ അനുഭവത്തിൽ, ശാപത്തിൻ്റെതായ അനുഭവത്തിൽ സ്തോത്രം നുഖങ്ങൾ ജീവിതങ്ങളുടെ മേൽ കിടപ്പുണ്ടെങ്കിൽ ഇന്ന് കർത്താവ് ആ നുഖം സ്വന്തം തോളിലേക്ക് എടുത്തു. ആ ചുമട് കർത്താവ് സ്വന്തം ശരീരത്തിൽ വഹിച്ചു. എന്തിനാണെന്നറിയാമോ? എൻ്റെയും നിങ്ങളുടെയും നുഖം എടുത്തു മാറ്റുവാൻ, എൻ്റെയും നിങ്ങളുടെയും ഭാരം എടുത്തു മാറ്റുവാൻ. അതേ ഗൊൽഗോഥ, അതേ സ്തോത്രം ഗത്സമനി തുടങ്ങി ഗൊൽഗോഥ വരെ ഭാരമേറിയ ക്രൂശം വഹിച്ചുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും നുഖം ചുമന്നുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും ഭാരമേറ്റുകൊണ്ട് ശരീരത്തിൽ ക്ഷീണനായി പരിക്ഷീണനായി തീർന്ന് സ്തോത്രം ആള് മാറി ആള് എന്ന് പോലും തോന്നാത്ത വണ്ണം അത്രയധികം വികൃതനാക്കി മാറുവാൻ തക്കവണ്ണം സ്വന്തം ശരീരത്തെ ഏൽപ്പിച്ച യേശു പറയുകയാണ്, എൻ്റെ നുഖം വഹിക്കുവാൻ എളുപ്പമുള്ളതാണ്. നിന്റെ അടുക്കൽ വരിക, യേശുവിന്റെ അടുക്കലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമോ? അധ്വാനിക്കുന്നവരുണ്ടോ? ഭാരം ചുമക്കുന്നവരുണ്ടോ? മടുത്തോ ജീവിതം? സ്തോത്രം യേശുവിലേക്ക് ഏൽപ്പിച്ചാട്ടെ. God is going to release you right now. ദൈവം നിങ്ങളെ തൊടുന്ന സമയമാണ്. വിശ്വസിക്കാൻ കഴിയുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ദൈവം നിങ്ങളെ സ്പർശിക്കുന്ന സമയങ്ങളാണ്. God is going to release some people. യേശു വന്ന് സ്വതന്ത്രനാക്കുവാണ്. സ്തോത്രം ഗലീലയിൽ ചുറ്റി സഞ്ചരിച്ചത് പിശാചിനാൽ ബന്ധിക്കപ്പെട്ടവർ അഴിക്കുവാണ് യേശു വന്നതെങ്കിൽ ഇന്ന് നമ്മുടെ രോഗങ്ങളെ അവൻ ചുമന്നു. അവിടെ പറയുന്ന നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. രോഗങ്ങളെ എൻ്റെ യേശു വഹിച്ചു. അതേ ആ നുഖത്തെ തകർക്കുവാൻ വേണ്ടി, രോഗങ്ങൾ ശരീരത്തിൽ നിന്ന് വിട്ടുമാറുവാൻ ഇടയാകുവാൻ വേണ്ടി, എൻ്റെ മാനസികമായി അനുഭവിക്കുന്ന വേദനകൾ മുറിവുകളെ സൗഖ്യമാക്കുവാൻ വേണ്ടി എൻ്റെ യേശു ഭാരമേറിയ ക്രൂശ് ചുമന്നുകൊണ്ട് നിന്ദിക്കപ്പെടുവാൻ തക്കോണം നിന്നയ്ക്ക് മുഖത്തെ ഏൽപ്പിച്ചു കൊടുത്ത്, തുപ്പലിന് വേണ്ടി മുഖത്തെ ഏൽപ്പിച്ചു കൊടുത്തത് എന്തിനാണെന്നറിയാമോ? എൻ്റെ നിങ്ങളുടെ ഭാരത്തെ നീക്കുവാൻ, ശാപത്തെ നീക്കുവാൻ, രോഗത്തെ നീക്കുവാൻ. യെസ്,
ആ ബന്ധനത്തിൽ കഴിയുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിനെ എൻ്റെ മേൽ പകരം. യേശു ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യം, എൻ്റെ നുകം വഹിക്കാൻ എളുപ്പം. എൻ്റെ നുകം എന്താണ്? ദൈവത്തിന് വേണ്ടി കഷ്ടത. ഒരുപക്ഷെ കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി നിന്നതുകൊണ്ട് കഷ്ടത അനുഭവിക്കുന്നുണ്ടോ? ആമേൻ സ്തോത്രം. കർത്താവിൻ്റെ അരുളപ്പാടുകൾ ജീവിതത്തിൽ അനുസരിക്കാൻ തയ്യാറാകുന്നതാണ് കർത്താവ് നൽകുന്ന നുകം. സ്തോത്രം. കർത്താവിൻ്റെ ഗോസ്പലാണ്, കർത്താവിൻ്റെ സുവിശേഷമാണ്. കർത്താവിന് ചുമക്കാൻ തയ്യാറാണോ? സ്തോത്രം. അത് വഹിക്കാൻ എളുപ്പമുള്ളതാണ്. കാരണം എന്താണ്? പരിശുദ്ധാത്മാവിനെ പകർന്നിട്ടുണ്ട്, ഒരു അഭിഷേകത്തെ പകർന്നിട്ടുണ്ട്, ഒരു ദൈവശക്തിയെ പകർന്നിട്ടുണ്ട്. ആ ദൈവശക്തി ഇന്ന് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ഏത് ഭാരവും, ലോകത്തിൻ്റെ ഭാരം മുഴുവൻ സ്വന്തം തോളിൽ ചുമലിൽ ഏറ്റെടുത്തെങ്കിൽ ആ നുകം ഒരു കഴുതയെ ഒരു മൃഗം നുകം ചുമക്കുന്ന പോലെ ആ നുകവും ചുമന്നു കൊണ്ടുപോകുന്ന യേശുവിനെ ഒന്ന് കണ്ടാട്ടെ, ആത്മീയ കണ്ണിൽ ഒന്ന് കണ്ടാട്ടെ. എന്തിനു വേണ്ടിയാണ്? നിങ്ങളുടെ നുകത്തെ മാറ്റുവാൻ, എൻ്റെ ഭാരത്തെ മാറ്റുവാൻ, എൻ്റെ രോഗത്തെ മാറ്റുവാൻ, എൻ്റെ ശാപത്തെ നീക്കുവാൻ, എന്നെ സ്വതന്ത്രനാക്കുവാൻ വേണ്ടി. കെട്ടപ്പെട്ട് ബന്ധിക്കപ്പെട്ട് ക്രൂശിൽ കിടക്കുന്ന യേശു പറയുന്നു, സ്തോത്രം, മകനെ മകളെ, സകലതും പൂർത്തിയായി, യു ആർ ഫ്രീ. ആ സ്വാതന്ത്ര്യം ഏറ്റെടുക്കാൻ തയ്യാറാണോ? ഇനിയും അടിമനുഖത്തിന്റെ കീഴിൽ കഴിയുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. പാപത്തിന് മേലും മരണത്തിന് മേലും സ്തോത്രം, പിശാചിന് മേലും യേശു പൂർണ്ണ ജയമെടുത്തുവെങ്കിൽ, ജയോത്സവം കൊണ്ടാടിയെങ്കിൽ ഇന്ന് തന്നെ വിടിവിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് ആ ജയം തരുവാൻ തക്കവണ്ണം ഇടയായത്. കർത്താവ് ആ യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ജസ്റ്റ് ഓപ്പൺ യുവർ ഹാർട്ട് ടുഡേ നൈറ്റ്. ഇന്ന് കർത്താവ് സംസാരിക്കുമ്പോൾ ആ കർത്താവ് നിങ്ങളെ തൊടുവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചാട്ടെ. ഏതെങ്കിലും ഒരു ഭാരം, ഒരു വേദന, എന്തോ ഒരു അസ്വസ്ഥത ജീവിതകാലം മുഴുവൻ പിന്തുടരുകയാണ്, എനിക്കിതിനകത്ത് പുറത്തു വരണം എന്താണെന്ന് ഞാൻ സ്തോത്രം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആരെങ്കിലും അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏൽപ്പിച്ചാട്ടെ. കർത്താവ് നിങ്ങളെ സ്വതന്ത്രരാക്കിയാണ്. ഗോഡ് ഇസ് റിലീസിംഗ് യു റൈറ്റ് നൗ. ഗോഡ്സ് ഹാൻഡ് വിൽ മൂവ്. യേശുവിൻ്റെ കഥ നിങ്ങളെ വിടുവിക്കുക. നിങ്ങൾ സ്വതന്ത്രരാക്കുവാൻ വേണ്ടിയാണ് യേശു വന്നതെങ്കിൽ, ഈ ദിവസങ്ങളിലും സ്വാതന്ത്ര്യത്തിലേക്കാണ് ക്രിസ്തു വിളിച്ചതെങ്കിൽ, ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മളെ സ്വയം ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഈ വചനങ്ങളെ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ കേട്ട വചനത്തിന് മുമ്പാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവെ സ്തോത്രം. നിങ്ങൾ കേട്ടതുപോലെ കർത്താവെ അടിമുഖത്തിൻ്റെ കീഴിൽ കർത്താവെ സ്തോത്രം ഇനി ആയിരിക്കാതെ കർത്താവെ അങ്ങ് ഞങ്ങളെ സ്വതന്ത്രരാക്കിയെങ്കിൽ കർത്താവെ ആ സ്വാതന്ത്ര്യത്തിൽ നിലനിൽപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദിവസങ്ങളെ കർത്താവ് ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തിയെ മരിപ്പിക്കുവാൻ കർത്താവെ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം ഞങ്ങളെ തന്നെ വിധേയപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങൾ പ്രവർത്തിക്കണമേ, അങ്ങ് ഞങ്ങളിലൂടെ പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ സ്തോത്രം. കെട്ടപ്പെട്ട ജീവിതങ്ങളെ വിടുവിക്കുവാൻ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം ചെയ്യുന്നു. കർത്താവെ അങ്ങ് ആഗ്രഹിക്കുന്ന കർത്താവെ ഞങ്ങളുടെ ദേഹം ദേഹി ആത്മാവിൽ കർത്താവെ സ്തോത്രം പൂർണ്ണ സ്വാതന്ത്ര്യം കർത്താവെ അങ്ങ് കൽപ്പിച്ചാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട് ഓരോ ജീവിതങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. അവരുടെ ജീവിതത്തിൽ കർത്താവെ ഹല്ലേലൂയ അങ്ങ് ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യത്തിൽ അവർ നടക്കുവാൻ കർത്താവെ ആ അടിമനുഖം യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ കർത്താവെ സ്തോത്രം ആത്മാവിൻ്റെ പുഷ്ടിയാളത് തകർന്ന് കർത്താവെ സ്തോത്രം തകർന്ന് മാറുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. അടിമനുഖം കർത്താവെ ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം തകർന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഹല്ലേലൂയ പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. ഹല്ലേലൂയ അവിടുത്തെ ദാസനെ അവിടുന്ന് കർത്താവ് ശക്തീകരിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഹല്ലേലൂയ സ്തോത്രം. അവിടുത്തെ വായിൽ നിന്ന് വന്ന് ഒരു വചനം പോലും നിലത്ത് വീഴുന്നില്ലല്ലോ കർത്താവെ. അങ്ങയുടെ പ്രവൃത്തി അവിടുന്ന് ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മളെ സ്വതന്ത്രരാക്കുവാൻ വേണ്ടിയാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. ഇന്ന് അഭിഷേകം പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ അഭിഷേകം ചെയ്യും. ദൈവശക്തി പകരും. ഏറ്റവും ബലപ്പെട്ടതാണ് കർത്താവിൻ്റെ അഭിഷേകം. അതുകൊണ്ട് തന്നെ എലീശായുടെ മേൽ വീണ പുതപ്പ്, അവിടെ പറയുന്നു, ആ പുതപ്പ് എലീശായുടെ മേൽ വീണപ്പോൾ അവൻ കാളയെ വിട്ടു. ചിലതിനെ വിട്ടാൽ സ്തോത്രം, അത് നമ്മൾ വിടേണ്ടതിന് അഭിഷേകം വന്നാൽ മാത്രമേ ചിലത് വിട്ടുമാറത്തുള്ളൂ. കാളയെ വിട്ടു. അത് അവിടെ പറഞ്ഞിരിക്കുന്നത്, ഏലിയാവ് എലീശയുടെ അരിക്കൽ 1 രാജാക്കന്മാരുടെ പുസ്തകം 19:19 അവൻ്റെ അരികെ ചെന്നു, തൻ്റെ പുതപ്പ് അവൻ്റെ മേലിട്ടു. ദൈവിക അഭിഷേകത്തിൻ്റെ പുതപ്പ് ഈ സമയം ചിലരുടെ മേൽ ഇടുവാൻ ഞാൻ വിശ്വസിക്കുന്നു. ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ പറയുന്ന ആളുടെ സ്തോത്രം വചനത്തിനപ്പുറത്ത് ഒരാളുടെ ആ ദൈവിക ആഗ്രഹം ഉള്ളിലുണ്ടെങ്കിൽ, ഒരു വിടുതൽ എൻ്റെ ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ച് ആമേൻ കർത്താവിനോട് ചോദിച്ചാട്ടെ. കർത്താവേ, അവൻ്റെ പുതപ്പ് അവൻ്റെ മേലിട്ടു. അരികെ ചെന്ന് പുതപ്പ് അവൻ്റെ മേലിട്ടു. പുതപ്പിട്ടപ്പോൾ കാളയെ വിട്ടു.
കാളെ വിടുക മാത്രമല്ല, ഏലിയാവിൻ്റെ പിന്നാലെ ഓടി. സ്തോത്രം. അവിടെ പറഞ്ഞു, ഓടേണ്ട മണ്ഡലങ്ങൾ ഓടുവാൻ തക്കമടയാവണമെങ്കിൽ ഒരു പുതപ്പ് ആവശ്യമുണ്ട്. സ്തോത്രം. അത് മാത്രമല്ല, അവിടെ പറഞ്ഞിരിക്കുന്നു, ആ കാളയെ വിട്ടു. സ്തോത്രം. ആ കാളയുടെ നുകത്തെ എടുത്ത് കത്തിച്ചു തീക്കകത്തുണ്ട്. ആമേൻ. ചിലതിനേക്ക് വിടുവാൻ സാധിക്കണം, ഒരു പുതപ്പ് ആവശ്യമുണ്ട്. ഏലിയാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ അപ്പനെ അമ്മയും ചുംബിച്ചിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ ഏലിയാവ് പറഞ്ഞൊരു കാര്യം, ഏലിയാവിന് മനസ്സിലായി ഇദ്ദേഹം പോയാൽ തിരിച്ചു വരുമോയെന്ന് അറിയത്തില്ല കുടുംബത്തിൽ. അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം നീ മറന്നു പോകരുത്, നിന്റെ മേൽ പകരപ്പെട്ട അഭിഷേകം, ദൈവനിട്ട പുതപ്പിൻ്റെ പേര് എന്താണെന്ന് തിരിച്ചറിയണം. സ്തോത്രം. ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കും തിരിച്ചറിയാം. പരിശുദ്ധാത്മാവ്, യേശു നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പകർന്നെങ്കിൽ അത് വിലയേറിയാണ്. അഭിഷേകം വിലയേറിയതാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ, വില കൊടുക്കാൻ തയ്യാറാകുന്നവരുടെ ജീവിതത്തിൻ്റെ മേൽ, സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിൻ്റെ മേൽ ഒരു പുതിയ പുതപ്പിനെ പരിശുദ്ധാത്മാവ് പകരാൻ പോവുകയാണ്. ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് കർത്താവ് നയിക്കാൻ പോവുകയാണ്. ഒരുമിച്ച് കർത്താവിന് ഒരിക്കൽ കൂടി പാട്ടുപാടി മഹത്വപ്പെടുന്നു. പരിശുദ്ധാത്മാവേ പകരുക തവ കൃപ ഈ സഭയിൽ. പരിശുദ്ധാത്മാവേ പകരുക തവ കൃപ ഈ ദേവാ. പരിശുദ്ധമാം നിൻ സാന്നിധ്യം നിറഞ്ഞു കവിഞ്ഞിടട്ടെ. പരിശുദ്ധമാം നിൻ സാന്നിധ്യം നിറഞ്ഞു കവിഞ്ഞിടട്ടെ. ദേഹം ആത്മാവിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞിടട്ടെ. ദേഹം ആത്മാവിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞിടട്ടെ. പരിശുദ്ധാത്മാവേ പകരുക തവ കൃപയെ ദയവായി. പരിശുദ്ധാത്മാവേ പകരുക തവ കൃപയെ ദയവായി. പരിശുദ്ധമാം നിൻ സാന്നിധ്യം നിറഞ്ഞു കവിഞ്ഞിടട്ടെ. പരിശുദ്ധമാം നിൻ സാന്നിധ്യം നിറഞ്ഞു കവിഞ്ഞിടട്ടെ. ദേഹം ആത്മാവിൽ അനുഭവിച്ചറിഞ്ഞിടട്ടെ. ദേഹം ആത്മാവിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞിടട്ടെ. ഉണങ്ങിയ അസ്ഥികൾ ഉയർത്തിടുവാൻ സൈന്യം പൊലിവനുൽപ്പാൻ. ഉണങ്ങിയ അസ്ഥികൾ ഉയർത്തിടുവാൻ സൈന്യം പൊലിവനുൽപ്പാൻ. കൊടിയകറ്റായി വീശണമേ, ദേശത്തെ ഉണർത്തണമേ. കൊടിയകറ്റായി വീശണമേ, ദേശത്തെ ഉയർത്തണമേ. പരിശുദ്ധാത്മാവേ പകരുക തവ കൃപ ഈ സഭയിൽ. പരിശുദ്ധാത്മാവേ പകരുക തവ കൃപ ഈ ദയവായി. പരിശുദ്ധമാം നിൻ സാന്നിധ്യം നിറഞ്ഞു കവിഞ്ഞിടട്ടെ. പരിശുദ്ധമാം നിൻ സാന്നിധ്യം നിറഞ്ഞു കവിഞ്ഞിടട്ടെ. ആത്മാവിൽ അനുഭവിച്ചറിഞ്ഞിടട്ടെ. ആത്മാവിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞിടട്ടെ. വിശിഷ്ട ഫലങ്ങൾ വിളഞ്ഞിടുവാൻ ഉറവകൾ തുറക്കണമേ. വിശിഷ്ട ഫലങ്ങൾ വിളഞ്ഞിടുവാൻ ഉറവകൾ തുറക്കണമേ. വാടതിക്കാറ്റേ മാറി അയക്കണമേ, സഭയെ നീ ഒരുക്കണമേ. വാടതിക്കാറ്റേ മാറി അയക്കണമേ, സഭയെ നീ ഒരുക്കണമേ. പരിശുദ്ധാത്മാവേ പകരുക തവ ഈ സഭയിൽ. പരിശുദ്ധാത്മാവേ പകരുക തവ കൃപയെ ദയവായി. പരിശുദ്ധമാം നിൻ സാന്നിധ്യം നിറഞ്ഞു കവിഞ്ഞിടട്ടെ. പരിശുദ്ധമാം നിൻ സാന്നിധ്യം നിറഞ്ഞു കവിഞ്ഞിടട്ടെ. ദേഹം ആത്മാവിൽ
പറന്നുയരാൻ അശുദ്ധിയെ അകറ്റണമേ. പ്രാക്കളെപ്പോൾ ഞങ്ങൾ പറന്നുയരാൻ അശുദ്ധിയെ അകറ്റണമേ. അഗ്നിയിൽ അഭിഷേകം പകരണമേ, സഭയെ നീ നിറയ്ക്കണമേ. അഗ്നിയിൽ അഭിഷേകം നീ സഭയെ നീ ഉറയ്ക്കണമേ. അഗ്നിയിൽ അഭിഷേകം ചൊരിയണമേ, സഭയെ നീ നിറയ്ക്കണമേ. സഭയെ ഒരുക്കണമേ. വളവിക്കട്ടെ മാറി അയക്കണമേ, സഭയെ നീ ഒരുക്കണമേ. കൊടിയ കട്ടാനി വീശണമേ, ദേശത്തെ ഉണർത്തണമേ. ദേഹം നീ ആത്മാവിൽ അനുഭവിച്ചറിഞ്ഞിടട്ടെ. ദേഹം നീ ആത്മാവിൽ അനുഭവിച്ചറിഞ്ഞിടട്ടെ. ദേഹം ദേഹി ആത്മാവിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞിടട്ടെ. പരിശുദ്ധാത്മാവേ കൃപയെ സഭയിൽ. പരിശുദ്ധാത്മാവേ പകരുക തവ ഹൃദയവാൻ. പരിശുദ്ധമാം നിൻ സാന്നിധ്യം നിറഞ്ഞു കവിഞ്ഞിടട്ടെ. പരിശുദ്ധമാം നിൻ സാന്നിധ്യം നിറഞ്ഞു കവിഞ്ഞിടട്ടെ. ദേഹം ദേഹി ആത്മാവിൽ അനുഭവിച്ചറിഞ്ഞിടട്ടെ. ദേഹം ദേഹി ആത്മാവിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞിടട്ടെ. ദേഹം ദേഹി ആത്മാവിൽ അനുഭവിച്ചറിഞ്ഞിടട്ടെ. ദേഹം ദേഹി ആത്മാവിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞിടട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഈ ദിവസങ്ങളും എല്ലാവരും കൂടുതൽ അനുഭവിക്കുന്ന നാളുകളായി ദൈവം മാറ്റട്ടെ. കർത്താവ് ഈ ആഴ്ച ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ആഴ്ച കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തരട്ടെ. ഓരോ ദിവസവും ആ ദൈവകൃപയിൽ ദൈവം നമ്മളെല്ലാവരെയും നടത്തുമാറാകട്ടെ. കൂടുതൽ ആ ദൈവിക സ്വാതന്ത്ര്യം കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട കർത്താവ് സ്നേഹിക്കുന്ന എല്ലാവരെയും ഈ ദിവസം അനുഭവിക്കാൻ തക്കോണം ദൈവം നമ്മളെ ഇടയാക്കും. തീർച്ചയായിട്ടും ആ ദൈവിക വാഗ്ദത്തങ്ങൾ, ദൈവിക പദ്ധതികൾ ജീവിതങ്ങളെ ദൈവം പൂർത്തീകരിക്കും. ആ സമൃദ്ധമായ ജീവൻ അനുഭവിക്കാൻ തക്കവണ്ണം യേശു ആഗ്രഹിക്കുന്നു. അതിനായിട്ട് കർത്താവ് അനുഭവിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടുതൽ അനുഭവവേദ്യമായി മാറുവാൻ, ആ ദൈവിക സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ, ആ കർത്താവിൻ്റെ സമൃദ്ധമായ ജീവൻ അനുഭവിക്കുവാൻ കർത്താവ് നമ്മളെല്ലാവരെയും ഇടയാകട്ടെ. കർത്താവ് കരം വെച്ച് ആശീർവദിച്ച് നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ സ്നേഹവും കൃപയും സഹവാസവും ഇന്നും എന്നേക്കും കർത്താവിൻ്റെ വരവരേക്കും എല്ലാവരും കൂടി ഇരിക്കുമാറാകട്ടെ. അറക്കപ്പെട്ട കുഞ്ഞാടായ യേശു ക്രിസ്തുവിന് മാത്രം മഹത്വം. ആമേൻ, ആമേൻ. കർത്താവേ വരണമേ. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.